Hello my dear students, നമ്മുടെ CA ഫൗണ്ടേഷന്റെ ചാപ്റ്റർ നമ്പർ 6 ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ നമ്പർ 6 എന്ന് പറയുന്നത് ദ കമ്പനീസ് ആക്ട് 2013 എന്നൊരു കോൺസെപ്റ്റ് ആണ്. 2013. അപ്പോൾ ഈ ആക്ടിന്റെ ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആക്ട് വന്നത് എപ്പോഴാണ്? 1 April 2014 ആണ്. 470 സെക്ഷൻസ് ഉണ്ട്, 29 ചാപ്റ്റേഴ്സ് ഉണ്ട്, 7 ഷെഡ്യൂൾസ് ഉണ്ട്. അമെൻമെന്റ് ആയതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമെൻമെന്റ് നമുക്ക് ചോദിക്കൊന്നുമില്ല. കമ്പനീസ് റൂൾസ് ഉണ്ട്, പല പല ഇൻകോർപ്പറേഷൻ റൂൾസ്, മാനേജ്മെന്റ് റൂൾസ് അങ്ങനെയുണ്ട്. പ്രീവിയസ് ആക്ട് എന്ന് പറയുമ്പോൾ 1956, 1913 ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് 1956 എന്ന് പറയുന്ന പ്രീവിയസ് ആക്ട് ആയിരിക്കും. അപ്പോൾ എവിടെയൊക്കെ പ്രീവിയസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ 1956 എന്ന്, അതായത് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലുള്ള ആക്ട് ആണ്. അതിനുശേഷം അപ്ലിക്കബിലിറ്റി ഓൾ ഓഫ് ഇന്ത്യയിൽ എന്താണ് അപ്ലിക്കബിൾ ആകും. ഇനി ഏതൊക്കെ ആക്ടുകൾക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ കമ്പനീസ് ആക്ട് അപ്ലിക്കബിൾ ആകും? ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുമ്പോൾ 2013 ഇൻകോർപ്പറേറ്റ് ആയ ഒരു കമ്പനിക്കും അതേപോലെ തന്നെ പ്രീവിയസ് കമ്പനിയിലോട് അണ്ടറിൽ എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിക്കും ഇത് അപ്ലിക്കബിൾ. അതായത് ഇവിടെയാണ് പ്രീവിയസ് എന്ന് പറയുമ്പോൾ 1956 ആണ് വരുന്നത്. 1956 അണ്ടറിലുള്ള കമ്പനിക്ക് എന്താണ് ഈ ഒരു നിയമം അപ്ലിക്കബിൾ ആകും. അതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻഷുറൻസ് കമ്പനീസിന് അപ്ലിക്കബിൾ ആകും. ഇവിടെ ഒരു വാക്കുണ്ട്, except where the provisions of the said act are inconsistent with the provision of the insurance act. said act എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 ഏതെങ്കിലും പ്രൊവിഷൻസ് ഇൻഷുറൻസ് ആക്ടുമായിട്ട് ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ വിച്ച് വിൽ പ്രിവെയിൽ. ഓക്കെ, IRDA എന്നൊരു ആക്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് ആക്ട് പ്രിവെയിൽ ആകും. ഇതാണ് സെക്ടറൽ ആക്ട് എന്ന് പറയുന്നത്. കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെയാണ്, ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം അല്ലെങ്കിൽ അത് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഇൻഷുറൻസ് ബിസിനസ് ആണ്. ഇൻഷുറൻസ് കമ്പനീസിന് സെക്ടർ റെഗുലേറ്റർ ഉണ്ട്. ഇങ്ങനെ ബാങ്കിങ്ങിന്, ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റും പല പല സെക്ടറൽ ആയിട്ടുള്ള ഫൈനാൻസ് എന്താണ് രീതിയിലുള്ള റെഗുലേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കേൾക്കണം. അങ്ങനെ ഇൻകൺസിസ്റ്റൻസി വന്നാലും കമ്പനീസ് ആക്ടും ആ സെക്ടറൽ ആക്ടുമായിട്ട് ഇൻകൺസിസ്റ്റൻസി വന്നിട്ടുണ്ടെങ്കിൽ സെക്ടറൽ ആക്ടിന് തട്ടായിരിക്കും എപ്പോഴും താന്നു നിൽക്കുക. അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഇതിന് കൊടുക്കും, സെക്ടർ റെഗുലേഷൻസ് കൊടുക്കും. ഓക്കെ, ഇതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതല്ലാതെ വേണമെങ്കിൽ എന്താണ് ONGC അങ്ങനത്തെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന വേറെ ആക്ടിന് എന്താണ് ഈ ഒരു വേറൊരു ഏത് സ്ഥാപനത്തിനാണെങ്കിലും ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആകാൻ വേണ്ടി ആർക്ക് പറയാം? സെൻട്രൽ ഗവൺമെന്റിന് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കമ്പനി? ഈ ഒരു ഡെഫിനേഷൻ നോക്കുക. 2 subsection 20 നമുക്ക് ഡെഫിനേഷൻ പറയുന്നത്. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി അതർ പ്രീവിയസ് ലോ. അപ്പോൾ ഇവിടെയും പറഞ്ഞ പ്രീവിയസ് 1956 എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി ക്യാരക്ടർ ആണ്. കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. കമ്പനിക്ക് എന്താണ് ലീഗൽ പേഴ്സണാലിറ്റി നമുക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിലോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. മെക്കവരുടെ കേസിലോ ഉണ്ട്. ഈ ഒരു ബേസിലാണ്, പക്ഷെ അത് പ്രോപ്പർട്ടീനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അവിടെ എന്താണ് ഒരിക്കലും എന്താണ് ഒരു മെമ്പറിന് താൻ കമ്പനിക്ക് കൊടുത്ത പ്രോപ്പർട്ടിയുടെ മേളിലും ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു പ്രൊട്ടക്ട്. അതിന് എന്ത് സംഭവിച്ചാലും ഇത് നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്ക് മാത്രമാണ്? കമ്പനിക്ക് മാത്രമാണ്. ഒരിക്കലും അവൻ അതിന് പേരിൽ ഇൻഷുറൻസ് എടുക്കാനോ പ്രൊട്ടക്ഷൻ ചെയ്യാനോ ഒന്നും തന്നെ പറ്റില്ല. രണ്ടാമത്തത് പെർപെക്ച്വൽ സക്സഷൻ ആണ്. എന്താണ് പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുമ്പോൾ പെർമനന്റ് എക്സിസ്റ്റൻസ് ആണ്. ഒരിക്കലും മെമ്പേഴ്സിന്റെ ഡെത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇൻസോൾവൻസിയോ കമ്പനിയുടെ ഡ്യൂറബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കമ്പനി നിയമപരമായിട്ട് വൈൻഡിങ് അപ്പ് ആകുന്നതോടെ വരെ എന്താണ് ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് പെർപെക്ച്വൽ സക്സഷൻ. അപ്പോൾ പെർപെക്ച്വൽ സക്സഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നെക്സ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റികൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് ലയബിലിറ്റീസ് ഉണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്. അവിടെ നോക്കാം നമുക്ക്. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ഇത് ഒരു ഫീച്ചർ എന്ന രീതിയിൽ മാത്രമാണ്. കാരണം കമ്പനി ഒരിക്കലും എന്താണ് ഒരു നാച്ചുറൽ ബർത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന രീതിയിൽ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ എന്താണ് ഒരു സമ്മതവും കാര്യങ്ങളൊക്കെ വേണം? ഓണേഴ്സിൻ്റെ സമ്മതം വേണം. അത് നടക്കുന്നത് ആര് മൂലമാണ്? നമ്മളുടെ ഹ്യൂമൻ ഏജൻസിയായ ഡയറക്ടേഴ്സ് മൂലമാണ് ഇത് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം എൻറ്റയർലി ക്രിയേറ്റഡ് ആൻഡ് വൈൻഡിങ് അപ്പ് ബൈ ദ ലോ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഹ്യൂമൻസിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. നെക്സ്റ്റ്, കോമൺ സീൽ. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോമൺ സീൽ? ദിസ് ഈസ് കോൾഡ് ആസ് കോമൺ സീൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കോമൺ സീൽ ഇപ്പോൾ കമ്പനി എന്താണ് എല്ലാം ഡിജിറ്റലി ആയതുകൊണ്ട് തന്നെ കോമൺ സീലിന് പകരം ഈക്വലൈസ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈക്വലൈസ് ചെയ്യുന്നത് ആ ഡോക്യുമെന്റിൽ സീൽ ഇല്ലെങ്കിൽ അവിടെ സൈൻ ബൈ 2 directors ഓർ ബൈ എ ഡയറക്ടർ ഓർ കമ്പനി സെക്രട്ടറി വെറെവർ ദ കമ്പനി സെക്രട്ടറി ഹാസ് അപ്പോയിന്റഡ് കമ്പനി സെക്രട്ടറി. അപ്പോൾ കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ കമ്പനി സെക്രട്ടറിയും ഡയറക്ടറും
അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് എന്താണ് സൈൻ ചെയ്തിരിക്കണം. ഇതാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. OPCക്കൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ചെറിയൊരു ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കോർപ്പറേറ്റ് വെയിൽ തിയറി ആണ്. ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സലോമൻ വേഴ്സസ് സലോമൻ അല്ലെങ്കിൽ സോളമൻ വേഴ്സസ് സോളമൻ കമ്പനി ലിമിറ്റഡിന്റെ കേസിലും നമുക്കറിയാം. അപ്പോൾ അതിനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് വെയിൽ വരുന്നത്. ഇപ്പോൾ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നത് കോടതിയാണ് അല്ലേ? കോടതി ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വമേധയാ കോടതി ലിഫ്റ്റ് ചെയ്യുന്നതല്ല, അപ്ലൈ ചെയ്യുന്നതിലൂടെയാണ്. അല്ലെങ്കിൽ ആര് അപ്ലൈ ചെയ്യുന്ന? മെമ്പേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്, രജിസ്ട്രാർ, അങ്ങനത്തെ കുറേ അതോറിറ്റീസ് അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ലൈ ചെയ്യുന്നതിലൂടെയാണ് കോടതി എന്ത് ചെയ്യുന്നത്? കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഡു യു മീൻ ബൈ കോർപ്പറേറ്റ് വെയിൽ? ഏതൊക്കെ സിനാരിയോസിൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ കോർപ്പറേറ്റ് വെയിൽ. നിങ്ങൾക്ക് അത് സലോമൻ വേഴ്സസ് സലോമൻ കേസിന് റെഫറൻസ് കൊടുക്കുക. ഇപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്താണ് ആ ഒരു സലോമൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കൊന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് കോർപ്പറേറ്റ് വെയിൽ. അപ്പം നെക്സ്റ്റ് പഠിക്കുന്നത് ഇതിൻ്റെ ലിഫ്റ്റിങ്ങിനെ കുറിച്ചാണ്. അത് പിയേഴ്സിങ് അല്ലെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റ് കമ്പനിക്ക് കൊടുക്കില്ല. അവിടെയുള്ള എല്ലാവരെയും നമ്മൾ പ്യോർലി ഇൻഡിവിജ്വൽസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ സിനാരിയോയിലാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കേസസ് വേർ ദ കോർപ്പറേറ്റ് വെയിൽ ഈസ് ലിഫ്റ്റഡ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് ഇത്രയും വലിയ കേസുകൾ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇതിന് നിങ്ങൾക്ക് സ്കാനേഴ്സ് യൂസ് ചെയ്യാം. എത്ര ഷോർട്ടായിട്ട് അവർ കൊടുത്തിട്ടുണ്ടെന്ന്. 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്ന് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് തന്നിട്ട് ആ കേസിലോ ഏത് പോയിന്റിന്റെ ബേസിലാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതേപോലത്തെ ഒരു ചോദ്യം എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാൽമർ ആൻഡ് കോണ്ടിനെന്റൽ ടയർ കമ്പനിയുടെ ലിമിറ്റഡ് അതേപോലത്തെ ഒരു കേസ് നൽകിയിട്ട് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ജുഡീഷ്യറി? അങ്ങനെയൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ ജസ്റ്റ് അത് സ്കാനേഴ്സ് റെഫർ ചെയ്ത് നിങ്ങൾ ആൾറെഡി കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ഇതെല്ലാം എഴുതി വെക്കണം. ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റും പ്രൊവിഷൻസും എല്ലാം കൂടെ ആഡ് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു സെന്റൻസിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ഒന്നാമത്തെ പോയിന്റ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് 5 മാർക്കിന് ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ പോയിന്റ്സും വളരെ കൃത്യമായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ. ഇനി അതല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഇത്രയും എഴുതേണ്ട ഒരു ആവശ്യം വരില്ല. പക്ഷെ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കേസസ്. ഏതൊക്കെ സിനാരിയോയിൽ ദാറ്റ് ഈസ് ടു ഫൈൻഡ് വെദർ ദ കമ്പനി ഈസ് കോ എനിമി ഓർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഡാൽമർ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് കോണ്ടിനെന്റൽ ടയർ. ഞാൻ കേസ് ലോൺസ് പറയുന്നില്ല. കേസ് ലോൺസ് വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസിലോ എങ്ങനെയാണ് കമ്പനി ഒരു രീതിയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ തന്നെ കോ എനിമിയാണോ അല്ലെങ്കിൽ ഫ്രണ്ട് ആണോ തിരിച്ചറിയാൻ വേണ്ടി കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ട് റവന്യൂ ടാക്സ്. ഇത് നോർമലി വരുന്ന ഒരു സംഭവമാണ്. മെനക്ജി പെറ്റിറ്റിൻ്റെ ഒരു കേസ് ലോ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത് ഇത് ഏത് കേസ് ലോ സംബന്ധമായിട്ടാണെന്ന്? അപ്പോൾ ഇവിടെ യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് പ്രഖ്യാപിച്ച രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാർ. ഓക്കെ, വാർ എന്നൊക്കെ എന്താണ് അതിൻ്റെ ഒരു കഥയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു യുദ്ധം ഉണ്ടായിരുന്നു, യുദ്ധം നടന്നു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്, നാച്ചുറൽ എനിമി, കോ എനിമി, ഇതൊക്കെയാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് ആണ്. ഇനി ഇവിടെയാണ് എന്താണ് വരിക? ഇവിടെ അസസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലാർജ് ഇൻട്രസ്റ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഏത് പോയിന്റിന്റെ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേംസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒന്നും അറിയത്തില്ലെങ്കിൽ കൃത്യമായിട്ട് ആ കേസിൽ ഫുള്ള് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ് വിത്ത് ദാറ്റ്. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ടേംസ് എന്താണ് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത്രയും വലിയ കേസ് ലോസ് നിങ്ങൾക്ക് എഴുതാൻ വരില്ല. ഇതേ കേസ് ലോസ് അവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇത് റെഫറൻസ് കൊടുത്താൽ മതി. ഓക്കെ, റെഫറൻസ് കൊടുത്താൽ മതി. ഇവിടെ ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ്. ബോണസ് എന്ന് പറയുന്നത് ടാക്സ് എന്ന് പറയുമ്പോൾ ലീഗൽ ഒബ്ലിഗേഷൻസ് തന്നെയാണ്. പക്ഷെ അവിടെ വേറൊരു പോയിന്റ് നൽകിയിരിക്കുന്നതാണ് ടാക്സ്, സാലറി. ഓക്കെ, അതേപോലെ തന്നെ PF, ESI, ഇതെല്ലാം എന്താണ് ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ്. അത് എംപ്ലോയീസുമായിട്ടുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് തന്നെ ആകണമെന്നില്ല. പക്ഷെ നമ്മുടെ മെറ്റീരിയൽ നമുക്ക് ഇപ്പോഴും എന്താണ് മെറ്റീരിയലിൻ്റെ ഔട്ട്സൈഡ് ചാൻസസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ എന്താണോ ചോദ്യം ചോദിക്കുന്നത് അത് തന്നെയാണ്.
ഓക്കെ, ഒരു ട്രാൻസ്ഫർ ചെയ്ത കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം, കഥ എന്നാണ്. അപ്പോൾ ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് ആക്ച്വലി ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന കമ്പനിയും ഷെയർ ഹോൾഡേഴ്സ്. ആക്ച്വലി ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആണത്, അങ്ങനെ ഒരു സംഭവം ഒന്നും തന്നെ ഇല്ല കേട്ടോ. എവിടെയാണ് കേർട്ടൻ ഉള്ളതെന്ന് അന്വേഷിക്കരുത്. നെക്സ്റ്റ്, ഇതും എന്താണ്, ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇവിടെയും സബ്സിഡറി എന്നൊരു വാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോയിന്റാണ്. അതായത് ഒരു സബ്സിഡി നേരെ പോകാൻ പറ്റാത്തതുകൊണ്ട് വളഞ്ഞ വഴി കൂടെ പോകുന്നു. അതായത് ഹോൾഡിംഗ് കമ്പനിക്ക് ഒരു ലൈസൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സബ്സിഡറി കമ്പനിയിലൂടെ എന്താണ് ലൈസൻസ് അക്വയർ ചെയ്ത ഒരു കോൺസെപ്റ്റിന്റെ പേരാണ് നമ്മൾ ഈ മർച്ചൻഡൈസ് അല്ലെങ്കിൽ മർക്കൻഡൈസ് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഒരു കേസിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സബ്സിഡറി എന്ന് വളരെ വാക്ക് നിങ്ങൾക്ക് എന്താണ്, അവിടെ ഒരു ഏജൻസി എന്നൊരു വാക്ക്, അതായത് ഏതെങ്കിലും ഇതിലൊരു ഏജൻസി ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് നമ്പർ 4 ആണ് നോക്കാം. ഇനി പോയിന്റ് നമ്പർ 5 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ ഇല്ല, പക്ഷെ നിങ്ങളുടെ RTPയിലെ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. നോക്കുക, ഗിൽഫോർഡ് വേഴ്സസ് എന്താണ് ഹോൺ എന്നൊരു കേസിലോ ഇതിൻ്റെ ഇത്രയും നിങ്ങൾ എഴുതണം. ഈ ഒരു 5ാമത്തെ പോയിന്റും ഇത് ഇത്രയും എഴുതണം. ബാക്കി എന്താണ് ഫാക്ട്സും കൺക്ലൂഷനും ആയിട്ട് എഴുതുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ നോക്കുക, ഗിൽഫോർഡ് മോട്ടോഴ്സ് വേഴ്സസ് ഹോൺ. ഐ തിങ്ക് RTPയിൽ വന്ന ക്വസ്റ്റിൻ്റെ പേര് ധ്രുവ് എന്നൊരു പേര് വെച്ചിട്ടാണ് ആ ഒരു സംഭവം തുടങ്ങുന്നത്. അതായത് ഗിൽഫോർഡ് മോട്ടോർ കമ്പനിയും ഹോൺ കമ്പനിയായിട്ട് എന്താണ് ഒരു എഗ്രിമെന്റ് വെക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ കമ്പനിയിൽ ജോലിക്കാരനായിരിക്കുന്ന സമയത്ത് ക്ലയൻറ്റുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാൻ പാടില്ല. ഹോൺ മാനേജിങ് ഡയറക്ടർ ആയിരുന്നു. അവൻ എന്താണ് തൻ്റെ ഗിൽഫോർഡ് മോട്ടോർ എന്ന കമ്പനിയായിട്ട് ക്ലയൻറ്റുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചു, അവനെ പുറത്താക്കി. അതിനുശേഷം എന്താണ് അവൻ പുതിയൊരു കമ്പനി തുടങ്ങിയിട്ട് കമ്പനിയിലൂടെ ഗിൽഫോർഡിൻ്റെ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്തു. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എന്താണ് അവിടെയും നൽകിയിട്ടുണ്ട്. ഒരു ടിമ്പർ കമ്പനിയുടെ ബേസിസിലാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് മെജോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻ്റെ ചാൻസസ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് വെയിൽ തന്നെയാണ് ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. 2ാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ക്ലാസസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് തന്നെ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു പോർഷൻ ഒരിക്കലും തന്നെ വിടാൻ പാടില്ല. ക്ലാസസ് ഓഫ് കമ്പനീസ് അണ്ടർ ദ ആക്ട്. ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിലാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് വരുന്നത്. ലിമിറ്റഡ് ബൈ ഷെയർസിൽ നിങ്ങൾക്ക് അത്ര ഒരു ഡിഫിക്കൽട്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നിങ്ങൾ 100 രൂപയുടെ ഷെയർസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 50 രൂപ നിങ്ങൾ കൊടുക്കണം. ദിസ് ഈസ് കോൾഡ് ആസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇഫ് യു ഹാവ് പെയ്ഡ് ഓൾ ദ മണീസ് ദെൻ ദർ ഈസ് നോ ലയബിലിറ്റി. ഓക്കെ, ക്ലിയർ ആയിട്ട് 2 സബ്സെക്ഷൻ 22 ആണ്. ഇഫ് എനി അൺപെയ്ഡ്, ഈ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ്, അൺപെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന രീതിയിൽ വരികയുള്ളൂ. അതായത് നമ്മൾ ആ ലയബിലിറ്റി അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് ഗ്യാരണ്ടി. കാരണം ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ 2 കോൺസെപ്റ്റ് ആണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ഒരു എമൗണ്ട് എന്താണ് ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാരണ്ടി നമ്മൾ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കമ്പനിയിൽ മെമ്പർ ആകുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് വളരെ കൺഫ്യൂഷൻ ആ ഒരു സംഭവമാണ്. സാറേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ പറഞ്ഞ ലയബിലിറ്റി വരുന്നത്? ഫസ്റ്റ് നമുക്കറിയാവുന്നൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്നൊരു വ്യക്തിയാണ് ഗ്യാരണ്ടി കൊടുത്തതെങ്കിൽ ഞാൻ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് എന്താണ് കമ്പനി പൂട്ടിപ്പോയാലും ഇപ്പോൾ ഞാനൊരു 5000 രൂപ കൊടുക്കാനാണ് പറഞ്ഞെങ്കിൽ 5000 രൂപ കൊടുക്കണം. ഇനി ഞാൻ പിരിഞ്ഞു പോയിട്ട് 1 വർഷത്തിനുള്ളിൽ കമ്പനി പൂട്ടിപ്പോയാലും ഈ പറഞ്ഞ 5000 രൂപ കൊടുക്കണം. പിള്ളേർക്ക് വളരെ കൺഫ്യൂഷൻ ആ ഒരു സംഭവമാണ്. സാർ ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത്? നോർമലി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും തന്നെ കൊടുക്കാതെ മെമ്പർ ആകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല ഗ്യാരണ്ടി ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഷെയർ എന്ന് പറയുന്നത് നേരെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ലയബിലിറ്റി ആരുടെ 5000 രൂപ കൊടുക്കേണ്ടത്? നിങ്ങളുടെയാണ്. അപ്പോൾ ഞാൻ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തിട്ടല്ലേ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് 100% വരുന്നു. അപ്പോൾ എൻ്റെ ഇനി ഒന്നും കൂടെ പൈസ ചോദിച്ചാൽ എന്താണ് ഞാൻ 100% മുകളിലാണ് വരുന്നത്. ഒരിക്കലും കമ്പനി 100% മുകളിൽ വരില്ലല്ലോ. എപ്പോഴും ലയബിലിറ്റി എന്ന് പറയുന്നത് 100% ആണ്. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. അതായത് നാളെ കമ്പനി 1 വർഷത്തിനുള്ളിൽ വൈൻഡിങ് അപ്പിന് പോയാൽ ആദ്യമേ നിങ്ങളാണല്ലോ ഇപ്പോഴത്തെ ഗ്യാരണ്ടർ, നിങ്ങൾ പൈസ കൊടുക്കണം. സോ യു ആർ കോൺട്രിബ്യൂട്ടറി 1 ഫസ്റ്റ് ലിസ്റ്റ്. ഇനി നിങ്ങളെടുത്ത് പൈസ തികഞ്ഞില്ലെങ്കിൽ മാത്രമേ കമ്പനി എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 1 വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 1 ഇയർ. ഓക്കെ, 1 ഇയർ ആഫ്റ്റർ ഹി സീസസ്, കമ്പനിയിൽ നിന്ന് മെമ്പർഷിപ്പ് ക്യാൻസൽ ആയതിനു ശേഷം ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം എന്താണ് ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡെറ്റ്, ഇന്ന ഡെറ്റ് ഞാൻ തരാം തീർക്കാം, അല്ലെങ്കിൽ കോമൺ ഡെറ്റിലേക്ക് എന്താണ് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും. നോർമലി ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്
എന്താണ് നോൺ പ്രോഫിറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് ഡിഫറൻസ് പറയുന്നുണ്ട്, മീനിങ്ങും കാര്യങ്ങളൊക്കെ. ദാറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ യുവർ മെറ്റീരിയൽ. ഡെഫിനേഷൻ നോക്കുക, അതേപോലെ തന്നെ മീനിങ് സെയിം ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. മീനിങ് എന്താണ്? മസ്റ്റ് ഹാവ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ എന്താണ്? ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനിക്കും ഇല്ലാത്ത കമ്പനിക്കും ഗ്യാരണ്ടി ക്ലോസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം, കാരണം നമ്മൾ ഫോംസ് ഓഫ് മെമ്മറണ്ടം പഠിക്കുന്നതാണ്. നെക്സ്റ്റ് നോർമലി എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ആണ് ലിമിറ്റഡ് ബൈ ഷെയർസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല. നെക്സ്റ്റ് മെയിൻ ആയിട്ട് ഗ്യാരണ്ടി ക്ലോസ് അഡോപ്റ്റ് ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആയിരിക്കും. എക്സാമ്പിൾ പറയുന്നുണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ്, ഇതൊക്കെ എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ്സ് ആണ്. പിന്നെ ഇത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രം നൽകിയതാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ. ഓക്കെ, ദീസ് കമ്പനീസ് വിൽ ഗെറ്റ് ഇനീഷ്യൽ ഫണ്ടിങ് ത്രൂ ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത കമ്പനീസിന് എപ്പോഴും എങ്ങനെ ഫണ്ടിങ് വരുന്നത്? ഷെയർ ക്യാപിറ്റലിൽ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പൈസ എന്താണ്? കമ്പനിക്ക് പോകും. പക്ഷേ ഈ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ചെയ്തിട്ട് കമ്പനിക്ക് ഇനീഷ്യൽ ഫണ്ടിങ് കിട്ടുമോ? ഇല്ല, കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ കമ്പനിയുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും? കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൊണേഷൻസിലൂടെ, ഫീസ്, ചാർജസ്. ഇപ്പോൾ നമ്മളൊരു ക്ലബ് ആണെങ്കിൽ ക്ലബിന്റെ മെമ്പർഷിപ്പ് ഫീസസ് ഒക്കെ ഉണ്ടാകും, ഡൊണേഷൻസ് ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇനീഷ്യൽ ഫണ്ടിങ്ങിന്റെ ആവശ്യമില്ലാത്ത കമ്പനീസ് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ഗ്യാരണ്ടി ക്ലോസ് അഡോപ്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് മെയിൻലി നമ്മളിതൊരു നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി എന്ന് പറയാൻ കാരണം. മെയിൻലി ആണ്, ഒരിക്കലും അത് മാത്രമേ നമ്മൾ പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞൊരു സംഭവമാണ്, കമ്പനിയിൽ എൻ്റെ ഷെയർ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്താണ്? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഇതേ സംഭവം ഒരു ഗ്യാരണ്ടി ക്ലോസ് ആണെങ്കിൽ റെസ്ട്രിക്ഷൻ ചെയ്യാൻ എന്താണ്? ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഗ്യാരണ്ടി ക്ലോസ് നമുക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ചുമ്മാ ലയബിലിറ്റി മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നെക്സ്റ്റ് അൺലിമിറ്റഡ് കമ്പനിയാണ്, ലയബിലിറ്റിക്ക് ഒരിക്കലും ലിമിറ്റേഷൻസ് ഉണ്ടാകില്ല. ഇവിടെ ആ ഒരു വർഷത്തെ ക്ലോസ് ഒന്നുമില്ല, നിങ്ങൾ പോകുന്നതോടുകൂടി നിങ്ങളുടെ ലയബിലിറ്റി അവസാനിക്കും. ഇത് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. ലയബിലിറ്റി ഒരിക്കലും ലിമിറ്റേഷൻസ് ഉണ്ടാകില്ല, ആ പേഴ്സണൽ അസറ്റ് എല്ലാം പോകും. പക്ഷേ ഗോയിങ് കൺസേൺ ഉള്ള സമയത്തല്ല, വൈൻഡിങ് അപ്പിന്റെ സമയത്ത് അസറ്റ് റിയലൈസ് ചെയ്തിട്ട് അവിടെ ഡെറ്റ് കൂടുതലും അസറ്റ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് പേഴ്സണൽ അസറ്റ് വരികയുള്ളൂ. അല്ലാതെ ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരികയും കമ്പനിക്ക് ഒരു എമർജൻസി ഫണ്ടിങ് ഉള്ള സമയത്ത് മെമ്പേഴ്സിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ എന്തായിരുന്നു? ക്രെഡിറ്റേഴ്സിന് നേരിട്ട് നമ്മുടെ പാർട്ട്നേഴ്സിനെ അപ്രോച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരിക്കലും എന്താണ്? ക്രെഡിറ്റേഴ്സിന് മെമ്പേഴ്സിനെ ഡയറക്ട്ലി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, ത്രൂ കമ്പനി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ പോലും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, അത് ലയബിലിറ്റിയുടെ ബേസിൽ മാറില്ല. നെക്സ്റ്റ് ഹവർ ഹി ക്യാൻ ക്ലെയിം കോൺട്രിബ്യൂഷൻസ്. അതായത് ഒരിക്കലും എന്താണ്? ഒരു മെമ്പർ തന്നെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഈക്വൽ കോൺട്രിബ്യൂഷൻസോ അതിൻ്റെ പേഴ്സൺ. ഇപ്പോൾ 100 ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ മാത്രം നിർബന്ധിക്കാൻ പറ്റില്ല. ഇപ്പം എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്ത് പറയും? ബാക്കിയുള്ളവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ചോദിക്കും. സോ ദേ ആർ കോൾഡ് ആസ് എ കോൺട്രിബ്യൂട്ടറീസ്. നെക്സ്റ്റ് അതേ പറഞ്ഞതാണ്, ക്രെഡിറ്റേഴ്സ് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, കമ്പനി ത്രൂ മാത്രമേ സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ്? ഒരു ക്വസ്റ്റ്യൻ വരും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഓർത്ത് നോക്കുക, നിങ്ങളുടെ മെറ്റീരിയലും ഇന്റർമെറ്റീരിയലുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം എന്താണ് മെറ്റീരിയൽ നൽകിയിരിക്കുന്നത്. 2 സബ്സെക്ഷൻ 62 ആണ്. ഇൻഡിവിജ്വൽസിന് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ്, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയാന്ന് പറയുന്നുണ്ട്? ഓൺട്രപ്രണർഷിപ്പും കോർപ്പറേറ്റൈസേഷൻ, അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്ന് കോർപ്പറേറ്റ് ഫോമിലേക്ക് വരാനുള്ള ഒരു അവസരം കൂടെയാണ് എന്ത്? 1% കമ്പനിയിൽ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് 1% കമ്പനിയായിട്ട് വ്യത്യാസമുണ്ട്. കാരണം 1% കമ്പനിയിൽ എന്താണ്? പ്രോഫിറ്റ് എല്ലാം ഒരാൾക്ക് തന്നെയാണ്, ഇവിടെയും പ്രോഫിറ്റ് എല്ലാം ഒരാൾക്ക് തന്നെയാണ്. പക്ഷെ ലോസ് എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ഔട്ട് ഓഫ് പോക്കറ്റ് അയാൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ കമ്പനിയുടെ അസറ്റ് എന്താണോ അതിനോട് ലിമിറ്റഡ് ആയിരിക്കും. കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പേഴ്സണൽ അസറ്റ് ലയബിൾ ആകില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ 1% കമ്പനിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ എന്തോ വലിയൊരു സംഭവം വന്ന് ചിന്തിക്കരുത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ അടുത്തൊരു വേർഷൻ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഇതാണ് കണ്ടീഷൻസ്. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്നത് നാച്ചുറൽ പേഴ്സൺ, അതായത് ഒരു കമ്പനിക്ക് 1% കമ്പനി തുടങ്ങാൻ പറ്റില്ല, അതാണ് നാച്ചുറൽ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, റെസിഡന്റ് ഓർ ഇന്ത്യ അതർവൈസ്. ആക്ച്വലി എന്താണ്? റെസിഡന്റ് ആകണം നിർബന്ധമില്ല, പക്ഷെ നിങ്ങളുടെ മെറ്റീരിയൽ ആൻഡ് എന്നൊരു ക്രൈറ്റീരിയ നൽകിയതുകൊണ്ട് യു ഹാവ് ടു ഫുൾഫിൽ 120 days ക്രൈറ്റീരിയ ഫോർ എ പീരിയഡ് നോട്ട് ലെസ് ദാൻ 120 days ഡ്യൂറിംഗ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ അത് മെമ്പർ ആകണമെന്നുണ്ടെങ്കിലും നോമിനി ആകണമെന്നുണ്ടെങ്കിലും നോമിനി ആണെന്നുണ്ടെങ്കിലും ഈ 3 ക്രൈറ്റീരിയ അപ്പോൾ ഫുൾഫിൽ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഇൻകോർപ്പറേറ്റ് ചെയ്യാനും ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. നോമിനി എന്ന് പറയുമ്പോൾ എന്താണ്? ഇയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇയാളുടെ സ്ഥാനത്ത് ആര് വരും? കാരണം ഒരാളെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള പെർപെക്ച്വൽ സക്സഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തത്, നോമിനി എന്നൊരു സംഭവം. കാരണം ഒരാൾ മാത്രമായി ഡീൽ ചെയ്യുന്ന സമയത്ത്
അയാൾക്ക് എന്ത് സംഭവിക്കാം. അപ്പോൾ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താകും. അങ്ങനെ ഒരു പെർപെച്വൽ സക്സഷൻ ലൈഫ് ടൈം എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും ഒരു നോമിനി വേണം. മാൻഡേറ്ററി ക്ലോസ് ആണ്. നോമിനിയും ഈ ഒരു കോൺസെപ്റ്റ് ആണ് സാധാരണ എക്സാമിനേഷനിൽ വരുന്നത്. ഇയാൾ എന്താണ് ഫോറിനിലായിരുന്നോ, പിന്നെ നോമിനി എന്ന് പറയുന്നത് എന്താണ് നോൺ റെസിഡന്റ് ആയിരുന്നോ, അല്ലെങ്കിൽ എന്താണ് വിദേശത്തായിരുന്നോ, 100 days മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുക. പിന്നെ ഒരു കമ്പനി പോയി ഇൻകോർപ്പറേറ്റ് ചെയ്തെന്ന് ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചാൽ വളരെ നിങ്ങൾക്ക് എളുപ്പമാണ്. ABC എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. നൗ ദേ ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ന്യൂ 1% കമ്പനി. അപ്പോൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്? നാച്ചുറൽ പേഴ്സൺ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 1, മാക്സിമം ഇറ്റ് ഈസ് 15 ആണ്. മെമ്പേഴ്സ് ഇറ്റ് ഈസ് മിനിമം മാക്സിമം 1 ആണ്. നെയിം സഫിക്സ് OPC നമ്മൾ പറയും, OPC നമ്മൾ ഇടും. ഓക്കെ, നോമിനി ക്ലോസ് അല്ലെങ്കിൽ നോമിനേഷൻ ക്ലോസ് ഉണ്ട്, ഉറപ്പായിട്ടും തന്നെ വേണം. ഈ നോമിനി നാച്ചുറൽ പേഴ്സൺ, ഇന്ത്യൻ സിറ്റിസൺ, ബാക്കി എല്ലാ ക്രൈറ്റീരിയസ് എന്താണ് ഫുൾഫിൽ ചെയ്തിരിക്കണം. ഇയാൾ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇയാളുടെ റിട്ടേൺ കൺസെന്റ് മേടിച്ചിരിക്കണം നമ്മൾ. അതിനുശേഷം ഫോമിനെ കുറിച്ച് നിങ്ങൾ ഇന്റർൽ ഒരുപാട് ഡീറ്റെയിൽസ് പഠിക്കും. ഇവിടെ ഫോം ഒന്നും പറയുന്നില്ല. ഓക്കെ, ഒരാൾക്ക് ഒരു സമയത്ത് ഒരു OPCയും അതേപോലെ തന്നെ ഒരു ഇതുണ്ടോ. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരേ സമയത്ത് 2 കാര്യം ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു OPC തുടങ്ങാം, പിന്നെ ഒരു OPCയിൽ നോമിനി ആകാം. എൻ്റെ സ്വന്തം OPCയിലല്ല, വേറൊരു OPCയിൽ നോമിനി ആകാം. ഇപ്പോൾ ഇവിടെ ഞാൻ 1 എന്ന് പറഞ്ഞ OPCയിലെ മെമ്പറാണ്, 2 എന്ന് പറഞ്ഞ OPCയിലെ നോമിനിയാണ്. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന OPCയിലെ മെമ്പർ മരിച്ചു പോയി കഴിയുമ്പോൾ ഞാൻ എങ്ങോട്ട് വരും? മെമ്പറിലേക്ക് വരും. അതായത് ഞാനും എന്തായിട്ട് മാറും? മെമ്പറായിട്ട് മാറും. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ ഒരേ സമയത്ത് 2 കമ്പനിയിലെ മെമ്പർ അല്ലേ. പക്ഷെ നിയമം പറയുന്നത് എന്താണ്? ഒരാൾക്ക് ഒരു സമയത്ത് നോ പേഴ്സൺ, ഇവിടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ മാത്രമാണ്, ഷാൽ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് മോർ ദാൻ 1 OPC ഓർ ബിക്കം എ നോമിനി ഇൻ മോർ ദാൻ 1 സച്ച് കമ്പനി. അപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് എന്ത് മാത്രമേ ആകാൻ പറ്റത്തുള്ളൂ? ഒരു കമ്പനിയിലെ OPCയിലെ മെമ്പറും ഒരു സ്ഥലത്തെ നോമിനി മാത്രമേ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കേസിൽ നോക്കിക്കേ, ഞാൻ നോക്കുന്ന സമയത്ത് കണ്ടോ, എനിക്ക് 2 കമ്പനിയിലെ മെമ്പറാണ്. അപ്പോൾ ഇനി ഒരു നോമിനേഷൻ ബാക്കിയില്ലേ. ഇങ്ങനെ പോയി ചിലപ്പോൾ എന്താണ്, മരിക്കണമെന്നില്ലല്ലോ, കൊന്നാലും മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ പോയി എന്ത് സംഭവിക്കും? ഒരുപാട് OPCയിലെ മെമ്പർഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. 180 days സമയം തരും. നമ്മൾ ഈ 180 days 6 months പല സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. മൈനറിന്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്, LLP നമ്മൾ കേട്ടിട്ടുണ്ട്, 6 months ടൈം ഉണ്ട്. പിന്നെ ആ റെഡ്യൂസ്ഡ് നമ്പർ നമ്മൾ ബിസിനസ് ചെയ്യുന്നു 6 മാസത്തിൽ കൂടുതൽ. ഇവിടെ എല്ലാം ഒരു 6 months ഡ്യൂറേഷൻ എന്താണ്, നമുക്കൊരു ലീജർ പീരീഡ് നിയമം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 180 days സമയം എനിക്ക് തരികയാണ്. എന്നിട്ട് നിയമം പറയുവാണ്, റോബിനെ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഒന്നെങ്കിലും നിന്റെ സ്വന്തം ഓഫീസിലെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നീ നോമിനേഷനിലൂടെ വന്ന ഓഫീസിൽ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക. എന്നാലും 180 days നിനക്ക് തീരുമാനിക്കാം. 180 days നിനക്ക് 2 കാര്യം ചെയ്യാം. 2 സ്ഥലത്ത് നിനക്ക് മെമ്പറാകാൻ പ്രശ്നമില്ല. പക്ഷേ 180 days കഴിഞ്ഞാൽ നിനക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് നീ തുടങ്ങിയ ഓഫീസിൽ തന്നെ ആവണം നിർബന്ധമില്ല. അവിടെ നിനക്ക് എന്താണ് നോമിനിയായിട്ട് താഴാം, പ്രശ്നമില്ല. അല്ലെങ്കിൽ വേറെ ആളെ നോമിനിയായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഡേയ്സ് എന്ന് പറയുന്നത്? 180 days ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കണം. ഇത് നിങ്ങൾക്ക് ശരിക്കും മെറ്റീരിയൽ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാലേ. മൈനറിന് ഒരിക്കലും എന്താകാൻ പറ്റില്ല, മെമ്പർ ആകാനും പറ്റില്ല, നോമിനി ആകാനും പറ്റില്ല. നെക്സ്റ്റ്, 1% കമ്പനിക്ക് ഒരിക്കലും നോൺ പ്രോഫിറ്റ് ക്ലോസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൾവേസ് ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് മോട്ടീവ് എൻറ്റിറ്റി ആയിരിക്കണം. ഇൻകോർപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല, കൺവേർട്ട് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇത് പബ്ലിക്കും എന്താണ്, though it may be converted into private or public companies. അപ്പോൾ നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വ്യത്യാസം വരുത്തിയാൽ മതി. നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസോ, അതായത് 1% കമ്പനിക്ക് ഒരു ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഇൻഷുറൻസ്, ചിറ്റ് ഫണ്ട്, ഗോൾഡ് ലോൺ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ദെൻ ദിസ് കമ്പനി കൻ നോട്ട് ഇൻവെസ്റ്റ് ഇൻ എനി അതർ ബോഡി കോർപ്പറേറ്റ് ആസ് വെൽ. അതായത് ഞാൻ അതാ പറഞ്ഞത്, സോൾ പ്രൊപ്രൈറ്ററിൻ്റെ ജസ്റ്റ് ഒരു മേളിലത്തെ വേർഷൻ മാത്രമാണ്. നിങ്ങളത് വലിയൊരു കമ്പനി റിലയൻസുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്, കമ്പനി എന്നൊരു വേർഡ് വന്നതുകൊണ്ട്. നെക്സ്റ്റ് 2/68 ഒരു കോൺസെപ്റ്റ് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. എന്താ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്? നിങ്ങൾ ഡെഫിനേഷൻ എഴുതുമ്പം ഇതേപോലെ എഴുതണം. കാരണം ഈ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എക്സെപ്ഷൻ ക്ലോസിലോ ഇവിടെയോ അല്ലെങ്കിൽ സബ് ക്ലോസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും യു ഹാവ് ടു റൈറ്റ് എവറിത്തിങ്. ഇതെല്ലാം എഴുതാതെ അത് കംപ്ലീറ്റ് ആകില്ല. ഇത് എഴുതണ്ട, ഇത് എക്സ്ട്രാ ഇൻഫോർമേഷൻസ് മാത്രമാണ്. അപ്പോൾ 2/68 എന്താ പറയുന്നത്? പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിംഗ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസിനെയാണ് നമ്മൾ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല. നെക്സ്റ്റ്, വിച്ച് ബൈറ്റ്സ് ആർട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ പ്രകാരം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. റെസ്ട്രിക്ട്, നോട്ട് പ്രൊഹിബിറ്റഡ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് എക്സിസ്റ്റിംഗ് മെമ്പർ തൻ്റെ ഷെയർ ഔട്ട്സൈഡറിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനോട് ചോദിക്കണം എത്ര രൂപയ്ക്ക് കൊടുക്കണമെന്ന് ഡയറക്ടേഴ്സ് തീരുമാനിക്കും. ദിസ് ഇസ് കോൾഡ് ആസ് റെസ്ട്രിക്ഷൻ. ഇഫ് ദേ ആർ ഓക്കെ യു ക്യാൻ ട്രാൻസ്ഫർ. സെക്കൻഡ് 1% കമ്പനി ഒഴികെ
1% കമ്പനി ഒഴികെ എന്ന് പറയാൻ കാരണം എന്താണ്? 1% കമ്പനിയും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? 200. അപ്പോൾ ഇതിന്റെ ബേസിലാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ളത്. എന്താണ് എക്സെപ്ഷൻ? ജോയിന്റ് ഷെയർ ഹോൾഡിംഗ്. ഇത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരു കമ്പനിയിൽ 5 കപ്പിൾസ് ഉണ്ടായിരുന്നു, 2 പേര് ജോയിന്റ് ഷെയർ ഹോൾഡർ എടുത്തു, പിന്നെ എന്താണ് എംപ്ലോയീസ് 145, പിന്നെ ഒരു 20 എംപ്ലോയീസ്, അങ്ങനെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓർത്ത് വെക്കുക. പിന്നെ കുറച്ച് ഡേറ്റ്സ് ഒക്കെ നൽകിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഓർത്ത് വെക്കുക. ഡേറ്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ആ ഒരു മെമ്പർ ആയിരുന്നു, പിന്നെ ഒരു എംപ്ലോയി ആയിരുന്നു, പിന്നെ എംപ്ലോയ്മെന്റിന് പോയി, പിന്നെ മെമ്പർ ആയിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞ ജോയിന്റിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു നമ്പർ വെട്ടിക്കുറയ്ക്കണോ വേണ്ടിയോ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് ഒരു എംപ്ലോയീസ് ആയിരുന്നു, മെമ്പർ ആയിരുന്നു, അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ഇവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടിനൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്താലേ ജോയിന്റ്, ഓക്കെ, ജോയിന്റ് ഷെയർ ഹോൾഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് കൺസിഡർ ചെയ്തുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ ജോയിന്റ് ആയിട്ട് ഷെയർ എടുത്താൽ ശരിക്കും പറഞ്ഞാൽ 2 മെമ്പേഴ്സ് ഉണ്ട്, പക്ഷെ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആകണമെന്നില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ്, എംപ്ലോയ്മെന്റിലുള്ളവരെയും ഫോർമലി, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡേറ്റിന്റെ കാര്യം പറയുന്നത്. ശരിക്കും ഒരു എംപ്ലോയി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ ഈ രണ്ടിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതൊന്ന് സെലക്റ്റീവ് ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. നെക്സ്റ്റ്, പ്രൊഹിബിറ്റ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് എനി ഓഫ് ഇറ്റ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് പറയുമ്പോൾ പ്രിഫറൻഷേഴ്സോ ഡിബെഞ്ചേഴ്സോ ഇക്വിറ്റി ഷെയർസോ എന്തോ തന്നെ ആയിക്കോട്ടെ, പബ്ലിക്കിന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ട് പിള്ളേർക്ക് സ്മോൾ കമ്പനി എന്ന് എഴുതുമ്പോൾ. ശരിക്കും സാറേ ഇത് എഴുതണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളിവിടെ വെട്ടിയിട്ട് 4 കോടി എന്ന് 40 കോടി എന്ന് എഴുതിയാൽ മതി? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രൊവിഷൻ കൃത്യമായിട്ട് എഴുതുന്ന സമയത്ത് ഇത് ആക്റ്റാണ് അല്ലേ, ഇത് ആക്റ്റാണ്. ഇപ്പോൾ ഈ ആക്റ്റിൽ ആസ് മേ ബി പ്രിസ്ക്രൈബ് 10 കോടി വരെയും പോകാനും ടേൺ ഓവറിൻ്റെ കാര്യത്തിൽ 100 crore വരെയും പോകാനും ആർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്? നമ്മളുടെ റൂൾസിന് എന്താണ് ആക്ട് പെർമിഷൻ കൊടുത്ത രീതിയിലാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുക. അപ്പോൾ ഇവിടെ സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരും. അത് ഒറ്റ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വരികയുള്ളൂ. എന്താ പറയുക, അപ്ലിക്കേഷൻ എന്ന രീതിയിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരത്തില്ല എന്നല്ല, ചാൻസസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഡയറക്റ്റ് വന്നാലും അപ്ലിക്കേഷൻ വന്നാലും യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ ഡെഫിനേഷൻ. ഓക്കെ, ഇത് ഒരിക്കലും പ്രൈവറ്റ് കമ്പനി മാത്രമായിരിക്കും, പബ്ലിക് കമ്പനി ആകാൻ പറ്റില്ല. അപ്പോൾ അതർ ദാൻ പബ്ലിക് കമ്പനി. അപ്പോൾ നാളെ ചോദിക്കുവാണ് XYZ ലിമിറ്റഡ്. XYZ ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഒരിക്കലും അത് പബ്ലിക് കമ്പനിയാണ്, സ്മോൾ കമ്പനി ബെനിഫിറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ അപ്പോൾ സാർ ശരിക്കും എന്ത് എഴുതണം? സോ യു ഹാവ് ടു റൈറ്റ് ദിസ് വൺ ആസ് ഇറ്റ് ഈസ്. 50 lakh തന്നെ നിങ്ങൾ എഴുതണം. ഓക്കെ, അതിനുശേഷം ഇതൊരു അമെൻമെന്റ് ആണ്. അതായത് ഈ പറഞ്ഞ റൂൾസ് എന്താണ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞ 50 ലക്ഷത്തിനെ 4 കോടി ആക്കിയിട്ടുണ്ട്, 40 കോടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ സാർ ഒരു പക്ഷേ ചോദിക്കുവാണ്, A എന്നൊരു കമ്പനിയിലും ടേൺ ഓവർ 3 കോടി ഉണ്ടായിരുന്നു ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ടേൺ ഓവർ 3 കോടി, ടേൺ ഓവർ നമുക്ക് 30 കോടി ഇടാം. ഓക്കെ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 3.5 കോടി ഉണ്ടായിരുന്നു. സാറേ അതിപ്പോൾ സ്മോൾ കമ്പനി ആണോ അല്ലയോ എന്ന് വെച്ച് നമ്മൾ എങ്ങനെ എഴുതുക? ഇവിടെയാണോ നോക്കേണ്ടത്, ഇവിടെയാണോ നോക്കേണ്ടത്? അപ്ലിക്കേഷൻ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയാണ്. ഇതാണ് ഇപ്പോഴത്തെ 2022 15 സെപ്റ്റംബർ തൊട്ടുള്ള അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എന്താണത് സ്മോൾ കമ്പനിയാണ്. അവിടെ നിങ്ങൾ 50 ലക്ഷത്തിന് മുകളിൽ പോയി എഴുതൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ആക്ട് ആണ്. ഇത് അതേപോലെ നിങ്ങൾ എഴുതണം. നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ റൂൾസ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? 40 crore എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ഹോൾഡിംഗ് കമ്പനിക്കും സബ്സിഡിയറി കമ്പനിക്കും ഒരിക്കലും എന്ത് എൻജോയ് ചെയ്യാൻ പറ്റില്ല? ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡിയറി കമ്പനിക്കും സ്മോൾ കമ്പനി ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ABC എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സബ്സിഡിയറി XYZ, ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെയായിരുന്നു. ഓക്കെ, ഇത് എന്ത് കമ്പനിയാകും? ഡീംഡ് പബ്ലിക് കമ്പനിയാകും. ഒന്ന് ആ രീതിയിലെ ക്വസ്റ്റ്യൻ അപ്ലിക്കബിൾ ആകില്ല. രണ്ടാമത് ABC പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ ആയിക്കോ. ABC പ്രൈവറ്റ് ലിമിറ്റഡ്, XYZ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സബ്സിഡറിയാണ്. ഈ കമ്പനിയാണ് ഈ പറഞ്ഞ 3 കോടി ഓർ 30 crore ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ സ്മോൾ കമ്പനിയാണോ? ആണല്ലോ സാറേ, 4 കോടിക്ക് താഴെയാണല്ലോ. അല്ല. ഹോൾഡിംഗ് കമ്പനിക്കും സബ്സിഡറി കമ്പനിക്കും ഏത് ബെനിഫിറ്റ് കിട്ടില്ല? ഈ പറഞ്ഞ ഈ ബെനിഫിറ്റ് കിട്ടില്ല, സ്മോൾ കമ്പനി ബെനിഫിറ്റ് കിട്ടില്ല. രണ്ടാമത് ഒരു സെക്ഷൻ 8 കമ്പനി. സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് കമ്പനി ആകാം, പ്രൈവറ്റ് കമ്പനി ആകാം, അതർ ദാൻ 1% കമ്പനി. അപ്പോൾ ഒരു സെക്ഷൻ 8 കമ്പനിയും ഈ പറഞ്ഞ സ്മോൾ കമ്പനിയുടെ എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്താലും അതെന്താകില്ല? ഒരിക്കലും അതൊരു സ്മോൾ കമ്പനി ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, എ കമ്പനി ബോഡി കോർപ്പറേറ്റ് ഗവൺ ബൈ സ്പെഷ്യൽ ആക്ട്. ഫോർ എക്സാമ്പിൾ KSEB ഇലക്ട്രിസിറ്റി ആക്ട്, LIC, SBI, ഇവർക്കൊക്കെ എന്താണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. കാരണം ഇവരെല്ലാം കൺട്രോൾ ചെയ്യാൻ ഫസ്റ്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്ലിക്കബിലിറ്റി, സെയിം കോൺസെപ്റ്റ്.
ഇനിയാണ് പബ്ലിക് കമ്പനി 2 സബ്സെക്ഷൻ 71. പബ്ലിക് കമ്പനിയുടെ കോൺസെപ്റ്റ് അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ശരിക്കും പറഞ്ഞാൽ ഡീംഡ് പബ്ലിക് കമ്പനീസ് ഉണ്ട്, അത് ഇവിടെയാണെങ്കിലും ഇന്ററിലാണെങ്കിലും ഒരുപാട് കുറുക്കൂടെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. കാരണം നമുക്ക് ഒരുപാട് അതിന്റെ ഗൈഡൻസ് ഒന്നും നൽകിയിട്ടില്ല, ഒരുപാട് എന്താണ് റീസൺ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് കമ്പനിയിൽ വരുന്ന ഒരു റെസ്ട്രിക്ഷൻസ് അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് ഈ നോട്ട് എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് ഇത് ഇച്ചിലേശം വലിയൊരു മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ നോട്ടിന് നിങ്ങളൊന്ന് ഡീകോഡ് ചെയ്യണം. എന്തൊക്കെയാണ് നോട്ട്? ഇതുണ്ടോ, നോ റെസ്ട്രിക്ഷൻസ് പ്രോഹിബിഷൻ അപ്ലിക്കബിൾ ടു എ പ്രൈവറ്റ് കമ്പനി. അതുകൊണ്ടാണ് നോട്ട് എന്ന് പറയുന്നത്. അതായത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ്, അതിനുശേഷം പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും, എസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അവിടെയുള്ള നോട്ടൊന്നും ഇവിടെ അപ്ലിക്കബിൾ ആകാത്തതുകൊണ്ടാണ് പബ്ലിക് കമ്പനി മീൻസ് അതർ ദാൻ എ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എഴുതുമ്പോൾ പ്രൈവറ്റ് കമ്പനി മീൻസ് അതർ ദാൻ എ പബ്ലിക് കമ്പനി നമുക്ക് എഴുതാൻ പറ്റില്ല. മിനിമം പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ പ്രിസ്ക്രൈബ്ഡ് ആണ്, നോട്ട് അപ്ലിക്കബിൾ ആണ്. ഇനിയാണ് ഡീംഡ് പബ്ലിക് കമ്പനി. എന്താ ഡീംഡ് പബ്ലിക് കമ്പനി? ഒരു പബ്ലിക് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കമ്പനീസും ഡീംഡ് പബ്ലിക് കമ്പനീസ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി, പിന്നെ ഫോറിൻ കമ്പനീസ്, ഫോറിൻ ഹോൾഡിംഗ് സബ്സിഡറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ള സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓർത്ത് വെക്കുക, ഒരു പബ്ലിക് കമ്പനി അണ്ടറിൽ വരുന്ന എല്ലാം എന്താണ്, 1% കമ്പനി വരത്തില്ല. കാരണം 1% കമ്പനി ഷെയർ മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പബ്ലിക് കമ്പനി അണ്ടറിൽ പബ്ലിക് കമ്പനി വന്നാലോ പബ്ലിക് കമ്പനി തന്നെ. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ പബ്ലിക് വന്നാലോ അതല്ല. പബ്ലിക് കമ്പനിയുടെ അണ്ടറിൽ പ്രൈവറ്റ് വന്നാൽ മാത്രമേ ഡീംഡ് ഉള്ളൂ. പിന്നെ ഡയറക്ടേഴ്സ് 3 ആണ്, മെമ്പേഴ്സ് മിനിമം 7 ആണ്. ഡയറക്ടേഴ്സ് എല്ലാത്തിൻ്റെ മാക്സിമം 15, ഡയറക്ടർ മെമ്പേഴ്സിൻ്റെ മാക്സിമം അൺലിമിറ്റഡ് ആണ്. നമ്മൾ ലിമിറ്റഡ് അല്ലെങ്കിൽ LTD എന്നൊരു വാക്ക് നമ്മൾ യൂസ് ചെയ്യും. അടുത്തൊരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി എന്നൊരു കോൺസെപ്റ്റ്. ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയുണ്ട്, സബ്സിഡിയറി കമ്പനിയുണ്ട് മെയിനായിട്ട്. ഇതിന് നമുക്ക് ഡെഫിനേഷൻ എഴുതാൻ വരുന്നത് സബ്സിഡിയറി കമ്പനിയുടെ മാത്രമാണ്. ഹോൾഡിംഗ് കമ്പനിയുടെ ഡെഫിനേഷൻ നമുക്ക് എഴുതാൻ വേണ്ടി ഒരു അവസരം വരില്ല. സോ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഹോൾഡിംഗ് കമ്പനീസ് ഇൻ റിലേഷൻ ടു 1 or more അതർ കമ്പനി. അവിടെ ഇവിടെ 1 or more എന്ന് പറയുമ്പോൾ ഏതാണ്, 1 or more subsidiary companies ആണ്. സോ മീൻസ് എ കമ്പനി വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡിയറി കമ്പനീസ്. ഓക്കെ, ജസ്റ്റ് ജനറൽ മീനിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കമ്പനി ഇവിടെ എവിടെയൊക്കെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ എന്താണ്, ബോഡി കോർപ്പറേറ്റും വരും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറിൻ കമ്പനിയും വരും. ഫോറിൻ കമ്പനി എന്ന രീതിയിൽ വരും. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന ഫോറിൻ കമ്പനിയാണ് ഇന്ത്യയിലുള്ള HULന്റെ 62% മെജോറിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ ഹോൾഡിംഗ് കമ്പനിയും ഇന്ത്യൻ സബ്സിഡിയറി കമ്പനി ആകാം. സോ ദാറ്റ്സ് വൈ എവിടെയൊക്കെ കമ്പനി വരുന്നുണ്ടോ ഹോൾഡിംഗ് സബ്സിഡിയറിയിൽ അവിടെയൊക്കെ എന്ത് വരും, ബോഡി കോർപ്പറേറ്റ് എന്നൊരു ടേമും കൂടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ എഴുതണം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സബ്സിഡിയറി കമ്പനിയുടെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദിസ് വൺ, സെക്കൻഡ് ഉറപ്പായിട്ടും ഇത്, അതിനുശേഷം ഇത്രയും കൂടെ എഴുതിയാൽ ഇത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. നിങ്ങൾ താഴത്തെയും കൂടെ എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 ലൈനും 3 സെറ്റും എന്താണ്, 3 പാരഗ്രാഫ് നിങ്ങൾ ഉറപ്പായിട്ട് തന്നെ എഴുതാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത്രയും എഴുതിയില്ലെങ്കിൽ ഇത് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അത് മാത്രമാണ് അതിൻ്റെ ആക്ച്വൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താണ്, എല്ലാം എഴുതണം. ഓക്കെ, അപ്പോൾ 287 സബ്സിഡിയറി കമ്പനി ഡെഫിനേഷൻ പറയുന്നത്. ഡെഫിനേഷൻ നോക്കുന്നുണ്ട്, ഇൻ റിലേഷൻ ആണ്. റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് വേണം. മീൻസ് സച്ച് ഹോൾഡിംഗ് കമ്പനി എന്തൊക്കെ ചെയ്ത്, ഒന്നെങ്കിൽ കൺട്രോൾ ദ കമ്പോസിഷൻ. എന്താണ് ഈ കമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മെജോറിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവൽ ചെയ്യുന്നതും ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനി എന്ത് പറയും, ഹോൾഡിംഗ് കമ്പനി എന്ന രീതിയിൽ പറയും. അല്ലെങ്കിൽ മോർ ദാൻ 1/2 ഓഫ് വോട്ടിംഗ് പവർ ആണ്. വോട്ടിംഗ് പവർ എപ്പോഴാണ്, DVR ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ വോട്ടിംഗ് പവർ എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ DVR ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ, സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ടുഗെദർ വിത്ത് 1 or more ഓഫ് ഇറ്റ്സ് സബ്സിഡിയറി കമ്പനീസ് ആണ്. അതെങ്ങനെ പറയുന്നത്, ഇപ്പോൾ A എന്നൊരു കമ്പനി B എന്നൊരു കമ്പനീനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ കൺട്രോൾ എന്ന് പറയുമ്പോൾ മോർ ദാൻ 50 എന്ന് പറയുമ്പോൾ ഒരു 55 എടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, A കമ്പനി എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയും പറയും, B എന്ന് പറയുന്നത് സബ്സിഡിയറി കമ്പനിയും പറയും. ഇതൊരു രീതിയാണ്. ഇനി A എന്നൊരു കമ്പനിയുണ്ട്, B എന്നൊരു കമ്പനിയുണ്ട്, C എന്നൊരു കമ്പനിയുണ്ട്. A എന്നൊരു കമ്പനി B എന്നൊരു കമ്പനിനെ ഹോൾഡ് ചെയ്യുന്നു, B എന്നൊരു കമ്പനി C എന്നൊരു കമ്പനിനെ ഹോൾഡ് ചെയ്യുന്നു. അതായത് A എന്നൊരു കമ്പനിക്ക് B എന്നൊരു കമ്പനിയിൽ 55%, എക്സാമ്പിളുടെ 60% ഉണ്ട്. അപ്പോൾ C എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആരുടെ ഹോൾഡിംഗ് ആണ്, Aയുടെ ഹോൾഡിംഗ് ആണ്. കാരണം ബിനെ കൺട്രോൾ ചെയ്യുന്ന A ആയതുകൊണ്ട് തന്നെ B കൺട്രോൾ ചെയ്യപ്പെടുന്ന എല്ലാ, അതായത് B കൺട്രോൾ ചെയ്യുന്ന എല്ലാ കമ്പനീസും ആ കൺട്രി തന്നെ വരും, നമ്മളുടെ Aയുടെ അണ്ടറിൽ തന്നെ വരും. അതൊരു ക്രൈറ്റീരിയ, അതൊരു രീതിയാണ്. ഇനി A എന്ന് പറയുന്നത് എന്താണ്, ബിനെ കൺട്രോൾ ചെയ്യുന്നു, B വെറും 10% ഹോൾഡ് ചെയ്യുന്നു. A ഡയറക്ട്ലി സിയിൽ എന്താണ്,
ഒരു 50% ഹോൾഡ് ചെയ്യുന്നു. അവിടെയും എന്ത് റിലേഷൻഷിപ്പ് വരും? ടുഗെദർ ഹോൾഡിംഗ് കമ്പനിയും തൻ്റെ ഒരു സബ്സിഡിയറിയും കൂടി വേറൊരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഹോൾഡിംഗ് സബ്സിഡിയറി എയും സിയും തമ്മിൽ വരും. ഇനി നേരത്തെ പറഞ്ഞ പോലെ ബോഡി കോർപ്പറേറ്റ് റിലേഷൻഷിപ്പ് എന്താണ് വരും. നെക്സ്റ്റ് ഇത് നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേഷൻസ് ഒന്നും വരില്ല. സച്ച് ക്ലാസസ് ഓഫ് കമ്പനി, സച്ച് ക്ലാസസ് എന്ന് പറയുന്ന സമയത്ത് ചില ക്ലാസസ് മെയിൻ ആയിട്ട് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോൾഡിംഗ് കമ്പനി, അതിന്റെ താഴെ ഇങ്ങനെ വരുന്നു, അതിന്റെ താഴെ ഇങ്ങനെ വരുന്നു, അതിന്റെ താഴെ ഇങ്ങനെ പോയിട്ട് സബ്സിഡിയറി ഹോൾഡിംഗ് പോയി എന്താണ് നമ്മൾ ഈ മണി ചെയിൻ മുതൽ പോയിക്കൊണ്ടിരിക്കും. ചില കമ്പനിക്ക് എന്താണ് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, അങ്ങനെ സെക്കൻഡ് ലെയർ ആകുമ്പോൾ ചില ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ വരും. സെക്കൻഡ് ലെയർ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര ലേയേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസിന് ഒരു 150 ലേയേഴ്സ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഇങ്ങനെ, അതിന് താഴെ ഇങ്ങനെ വരൂലേ, മണി ചെയിൻ പോലെ താഴെ ആ ലേയേഴ്സിന് ഒരു കൺട്രോൾ ഉണ്ട്. ഓക്കെ, പക്ഷെ അതിന്റെ ബേസിസിൽ ഒരു ക്വസ്റ്റൻ എന്താണ് നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനി. അടുത്തത് അസോസിയേറ്റ് കമ്പനിയാണ്. അപ്പോൾ അസോസിയേറ്റ് കമ്പനിയുടെ കാര്യത്തിൽ ഓർത്തു വെക്കുക, ഇൻ റിലേഷൻ ടു അനദർ കമ്പനി ഇറ്റ് മീൻസ് അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 20% ഓഫ് വോട്ടിംഗ് പവർ എങ്കിലും കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻസിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും ജോയിന്റ് വെഞ്ചർ ആണെങ്കിലും എന്താണ്? സെയിം അസോസിയേറ്റ് കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ എ എന്നൊരു കമ്പനി ബി എന്നൊരു കമ്പനിയിലെ 25% ഹോൾഡ് ചെയ്യുന്നു. അത് ഒരു ട്രസ്റ്റി ആയിട്ടാണ്, അല്ലെങ്കിൽ ഡിസീസ്ഡിന്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്. അതായത് ഒരു ഫിഡീഷ്യറി കപ്പാസിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് വരില്ല? ഹോൾഡിംഗ് സബ്സിഡിയറി വരില്ല. അതായത് ഇറ്റ് ഷുഡ് നോട്ട് എ സബ്സിഡിയറി കമ്പനി ആയിരിക്കണം. നോട്ട് എ സബ്സിഡി എന്ന് പറയുമ്പോൾ 50% എബോവ് ഉണ്ടെങ്കിലല്ല, ഇറ്റ് മീൻസ് 50% താഴെ വേണം, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ. അപ്പോൾ അസോസിയേറ്റ് കമ്പനിയുടെ നെക്സ്റ്റ് ലിസ്റ്റഡ് കമ്പനിയുണ്ട്, അൺലിസ്റ്റഡ് കമ്പനിയുണ്ട്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്ത കമ്പനീസ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ററിൽ നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് നമ്മൾ പഠിക്കും. ചില ക്ലാസസ് ഓഫ് കമ്പനി ഈവൻ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്താലും എന്താകില്ല, ഇവിടെ സെക്യൂരിറ്റീസ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, എന്നാൽ ചില ക്ലാസസ് ഓഫ് കമ്പനീസ് എന്താണ് സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്താൽ, അതായത് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്താലും ലിസ്റ്റഡ് കമ്പനി ആകില്ല. നമുക്കത് ഇന്ററിൽ പഠിക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് എന്താണ് പഠിക്കാം. അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്? ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസ് ആണ്. ഇനി ഗവൺമെന്റ് കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ഗവൺമെന്റ് കമ്പനി പ്ലസ് സബ്സിഡിയറി കമ്പനി, ഇതിനെ രണ്ടിനെയും റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് വരാനുള്ള ചാൻസസ് നല്ലപോലെ ഉണ്ട് കമ്പനീസിൽ. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റ് കമ്പനി 2 സബ്സെക്ഷൻ 45 ആണ്. ഗവൺമെന്റ് കമ്പനി അറ്റ്ലീസ്റ്റ് 51% ആണ്. അപ്പൊ അവിടെ നമുക്ക് എത്രയായിരുന്നു? മോർ ദാൻ 50% മാത്രമായിരുന്നു. 51% ആരൊക്കെ എഴുതി ചെയ്യണം? ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ എനി സ്റ്റേറ്റ് ഗവൺമെന്റോ ഗവൺമെന്റ്സോ, അല്ലെങ്കിൽ പാർട്ട്ലി ബൈ CG, പാർട്ട്ലി ബൈ 1 or more സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ യൂണിയൻ ടെറിട്ടറി നേരി നമ്മൾ ഗവൺമെന്റ് തന്നെ വെക്കും. അപ്പൊ ഇവിടെ ഗവൺമെന്റ് കമ്പനിയുടെ എല്ലാം എന്ത് തന്നെ, ഗവൺമെന്റ് കമ്പനിയുടെ അണ്ടറിൽ വരുന്നത് എല്ലാവരും എന്താണ്? ഗവൺമെന്റ് കമ്പനി തന്നെയാണ്. അതായത് ഇപ്പോൾ എ എന്നൊരു കമ്പനീനെ, ഓക്കെ എക്സാമ്പിളിൽ പറയുമ്പോൾ, ഇപ്പോൾ എ എന്നൊരു കമ്പനീനെ ഫുള്ളായിട്ട്, അതായത് മോർ ദാൻ 60% ഹോൾഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് പ്ലസ് സ്റ്റേറ്റ് കേരള ഗവൺമെന്റും കൂടെ കൂടിയിട്ടാന്ന് വെച്ചോ. അപ്പോൾ എ എന്തായിട്ട് മാറി? എ എന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനി ആയിട്ട് മാറി. എയുടെ അണ്ടറിലാണ് എക്സ് എന്നൊരു കമ്പനി ഉള്ളത്. അതായത് എ എക്സിൽ ഒരു 70% ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഓബിയസ്ലി എക്സ് ആരായിട്ട് മാറും? ഗവൺമെന്റ് കമ്പനി ആയിട്ട് മാറും. അതാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ചില ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് വരിക? ഇപ്പോൾ ഈ 51%ന്റെ ഒരു റേഷ്യോ നമുക്ക് നോക്കാം. ഇത് ലാസ്റ്റ് ഈ പ്രാവശ്യം നമുക്ക് ഒരു RTP ക്വസ്റ്റ്യനിൽ എന്താണ് ഈ ഒരു സംഭവം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാന്ന് നോക്കാം. ഇപ്പോൾ 51%ൽ ഒരു 10% എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ്, ഒരു 20% പറയുന്നത് കേരള ഗവൺമെന്റ്, പിന്നെ ഒരു 10% എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് കമ്പനി ഹോൾഡ് ചെയ്യുന്നു, പിന്നെ ഒരു 20% എന്ന് പറയുന്നത് നമ്മളുടെ കർണാടക ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എത്ര പെർസെൻറ്റേജ്? നമുക്കിവിടെ 60% ആയി. ഇതൊരു ഗവൺമെന്റ് കമ്പനിയാണോ? അല്ല. അതെന്തുകൊണ്ടാണ് സാറേ? ഗവൺമെന്റ് കമ്പനിയുടെ അണ്ടറിൽ വരുന്നതെല്ലാം ഗവൺമെന്റ് കമ്പനി, പക്ഷേ ഇവിടെ ഒരു ഗവൺമെന്റ് കമ്പനി എത്ര ശതമാനം ഹോൾഡ് ചെയ്യുന്നുള്ളൂ? 10% ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഇത് മോർ ദാൻ ഒരു 50% ഹോൾഡ് ചെയ്തിരുന്നെങ്കിലോ ഉറപ്പായിട്ടും ഈ നമ്മൾ പറയാൻ പോകുന്ന വൈ എന്നൊരു കമ്പനി ഗവൺമെന്റ് കമ്പനി ആയേനെ. പക്ഷേ ഒരു 51%, അതായത് മോർ ദാൻ 50 ആകാത്ത, അത് സബ്സിഡിയറി ആകാത്ത ഒരു ഷെയർ ആണ് ഗവൺമെന്റ് കമ്പനി കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും അതവിടെ കൺസിഡർ ചെയ്യില്ല. ഇനി ഗവൺമെന്റിന് പകരം RBI ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ SBI ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ LIC ഹോൾഡ് ചെയ്യുന്നു, ഇതൊന്നും ഗവൺമെന്റ് അല്ല, ഇതൊക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. ഇവിടെ പ്രസിഡന്റിന്റെയോ പേരിലോ അല്ലെങ്കിൽ
ഗവർണറിന്റെ പേരിൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിനെ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുള്ളൂ. പിന്നെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന് പകരം നമ്മൾ DVR യൂസ് ചെയ്യും. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും നിങ്ങൾക്ക്. ഫോറിൻ കമ്പനി ആണോ, എങ്ങനെയാണ്? ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, സംശയം ഉണ്ടാകില്ല. ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ആൻഡ് കണ്ടക്ട്സ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജപ്പാൻ കമ്പനി വന്നിട്ട് എന്താണ് ഇന്ത്യയിൽ ഒരു 10 ഏക്കർ സ്ഥലം എടുത്താൽ ഫോറിൻ കമ്പനി ആകില്ല. അവിടെ എന്ത് ചെയ്യണം അവർ? ദേ ഹാവ് ടു ഡു എനി കൈൻഡ് ഓഫ് ബിസിനസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചാൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 8 കമ്പനിയാണ്. ഇത് 3 എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഒബ്ജക്റ്റ് എന്തൊക്കെയാണ്? സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ എക്സെട്ര നമുക്ക് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഓർഡർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. ഞാൻ തൽക്കാലം ഇത് പ്രൊവിഷൻ ആണ്, അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലത്. പക്ഷേ എന്നാൽ എന്താണ് മാക്സിമം കണ്ടന്റ് വരാൻ ശ്രമിക്കുക. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ എന്താണ് പ്രൊമോഷന് വേണ്ടി മാത്രമേ. പ്രോഫിറ്റ്സ് ഇഫ് എനി. നെക്സ്റ്റ് ഡിവിഡൻഡ് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊരു എക്സാമ്പിൾസ് ആണ് ഏതൊക്കെയാണ്. നെക്സ്റ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. റീജിയണൽ ഡയറക്ടർ എന്ന് പറഞ്ഞ ആൾ ഇഷ്യൂ ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും നമ്മൾ എന്ത് പേരിടില്ല? ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് പേര് നമ്മൾ ഇടില്ല. ജസ്റ്റ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതോ നമ്മൾ അസോസിയേഷൻ അല്ലെങ്കിൽ ഫെഡറേഷൻ അങ്ങനത്തെ ഒരു വാക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്ട്രാർ എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈസൻസിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ലൈസൻസ് നിങ്ങൾക്ക് ഇഷ്യൂ തരും. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. കമ്പനിക്ക് എന്താണ്? ഇതൊരു സെക്ഷൻ 8 കമ്പനി ആണെങ്കിൽ തന്നെയും ബാക്കി എല്ലാ പെർപെക്ച്വൽ സക്സഷനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റ് അതെല്ലാം എന്താണ് അതേപോലെ തന്നെ അപ്ലിക്കബിൾ ആകും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 8 കമ്പനിയുടെ ലൈസൻസ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തു അത് റിവോക്ക് ചെയ്യും, അതായത് വിഡ്രോ ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഏതൊക്കെ സാഹചര്യങ്ങളിലൊക്കെയാണ്? അതായത് contravenes any of the requirements or the conditions of this section. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് കമ്പനിയുടെ ഒബ്ജക്റ്റ്, കമ്പനി ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നതെങ്കിൽ, സൊസൈറ്റിനെ ചതിക്കാൻ വേണ്ടിയാണെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റ് കമ്പനി ഇപ്പോൾ സയൻസ് എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സെക്ഷൻ 8 കമ്പനി കൊണ്ട് ആർക്കും വലിയ ഉപകാരമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം? ലൈസൻസ് റിവോക്ക് ചെയ്യാം. പക്ഷെ ലൈസൻസ് റിവോക്ക് ചെയ്യുന്നേക്കാൾ മുമ്പ് റിട്ടൺ നോട്ടീസ് എന്താണ് ആർക്ക് കൊടുക്കണം? ഈ പറഞ്ഞ സെക്ഷൻ 8 കമ്പനിക്ക് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഡിസിഷൻ വാലിഡ് ആണോ ഇല്ല? റിട്ടൺ നോട്ടീസ് ആർക്ക് കൊടുക്കണം? കമ്പനിക്ക് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. നെക്സ്റ്റ് റിവോക്കേഷൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആഫ്റ്റർ എഫക്ട് എന്താണ്? രജിസ്ട്രാർ എന്ത് ചെയ്യും? പബ്ലിക് ആണെങ്കിൽ ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു വേർഡ് ആഡ് ചെയ്യും. അതായത് ഇനി നോൺ പ്രോഫിറ്റ് മോട്ടീവ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ പൈസ എടുത്തു പോകാൻ പറ്റുന്നില്ല, പൈസ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നെക്സ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? പബ്ലിക് ഇൻട്രസ്റ്റ് കമ്പനി എന്താണ് അമാൽഗമേഷൻ ചെയ്യാൻ ഒരു ഓർഡർ നൽകും. ഏത് കമ്പനിയായിട്ട്? അനദർ സെക്ഷൻ 8 കമ്പനിയായിട്ട്. ഒരിക്കലും ഒരു നോൺ പ്രോഫിറ്റും പ്രോഫിറ്റ് മോട്ടീവ് ഉള്ള കമ്പനി അല്ല അമാൽഗമേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്തായിരിക്കണം? സിമിലർ. അപ്പോൾ ഒരു സെക്ഷൻ 8 കമ്പനി സ്പോർട്സ്, സെക്ഷൻ 8 കമ്പനി സ്പോർട്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അമാൽഗമേഷൻ ചെയ്യാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം. ഒന്നുമില്ലെങ്കിൽ എന്താണ് വൈൻഡിങ് അപ്പ് ചെയ്തിട്ട് അസെറ്റ്സ് എല്ലാം വേറൊരു സെക്ഷൻ 8 കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനും പറ്റും. പെനാൽറ്റി ഉണ്ട്, പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ 10 lakh rupees to 1 crore rupees വരെയും കമ്പനിക്ക് ഏതെങ്കിലും പെനാൽറ്റീസ് ഉണ്ടാവും. ഡയറക്ടേഴ്സിന് എവറി ഓഫീസർ ഇൻ ഡിഫോൾട്ട് 25,000 to 25 lakh വരെയും പെനാൽറ്റീസ് ഉണ്ടാവും. നെക്സ്റ്റ് എക്സംഷൻസ് ഉണ്ട്. 14 ഡേയ്സിന്റെ നോട്ടീസ് മതി, 21 ഡേയ്സിന്റെ. അതിനെ നമുക്ക് വേറെ പഠിക്കാനൊന്നും തന്നെ നമുക്കില്ല. ഡയറക്ടേഴ്സിന് റിക്വയർമെന്റ് അപ്ലിക്കബിൾ അല്ല, മിനിമം ക്രൈറ്റീരിയ. പിന്നെ കമ്മിറ്റീസും വേണ്ട. പാർട്ട്ണർഷിപ്പ് ഫോമിന് സെക്ഷൻ 8 കമ്പനിയിലെ മെമ്പർ ആകാൻ പറ്റും, നമുക്ക് അവിടെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഡോർമെന്റ് കമ്പനിയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കും. ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് കൃത്യം അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ ഡോർമെന്റ് കമ്പനി 455 ഡോർമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇനാക്റ്റീവ് ആണ്. ഈ 3 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. കഴിഞ്ഞ ലാസ്റ്റ് 2 വർഷമായിട്ട് ബിസിനസ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ, സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആനുവൽ റിട്ടേണോ ഫയൽ ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് 2 വർഷമായിട്ട്, അപ്പോൾ ഒരു ഡേറ്റ്, ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ്, ഈ കമ്പനി ഇന്ന് ഇൻകോപ്പറേറ്റ് ചെയ്തോ, ഇന്നതാണ് ഫയൽ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് പറയും. ബിസിനസ് ചെയ്തില്ല, സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നില്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയലും ചെയ്തില്ല, ആനുവൽ റിട്ടേൺസ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോർമെന്റ് സ്റ്റാറ്റസ് കൊടുക്കും. ആരത് കൊടുക്കുന്നത്? രജിസ്ട്രാർ ആണ് കൊടുക്കുന്നത്. ആക്റ്റീവ് സ്റ്റാറ്റസിൽ നിന്നും ഇൻആക്റ്റീവ് സ്റ്റാറ്റസിലേക്ക് മാറ്റുന്നു. ഇനി സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യമുണ്ട്. ഈ താഴെ പറയുന്നത് അല്ലാതെ വരുന്ന എല്ലാം എന്താണ്? സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആണ്. അതുകൊണ്ട് ഹെഡിങ് എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് എഴുതുക. ഇവിടെ എഴുതുന്ന സമയത്ത് എന്താണ്? ദ ബിലോ മെൻഷൻഡ് ആർ ദ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോകും. നോക്കുക, പേയ്മെന്റ് ഓഫ് ഫീസ്, രജിസ്ട്രാറിന് കൊടുക്കേണ്ട ആനുവൽ ഫീസോ കാര്യങ്ങളൊക്കെ എന്താണ്? പേയ്മെന്റ് ഓഫ് ഫീ ബൈ ദ ഫുൾഫിൽ റിക്വയർമെന്റ് ഓഫ് എനി അതർ ലോ. നെക്സ്റ്റ് അലോട്ട്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിൽഡിംഗ് മെയിൻ്റെനൻസ് ചെയ്ത്, ഇതൊക്കെ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നുമല്ല. ഇത് ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണ്? കമ്പനി
പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. നീതി കമ്പനി ജസ്റ്റ് ഒരു ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റിന് വേണ്ടിയാണ്. പബ്ലിക് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി പബ്ലിക് കമ്പനി ആയിരിക്കും. പിന്നെ അതിനൊരു സ്പെഷ്യൽ ആക്ട് ഉണ്ടാവും, LIC കാര്യങ്ങൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് കമ്പനി, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ എന്താണ് സ്പെഷ്യൽ ആക്ട് ആണ്. മെജോറിറ്റി ഷെയർസ് ഗവൺമെൻറ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഇൻകോർപ്പറേഷൻ്റെ പ്രൊസീജിയേഴ്സ് ആണ്. ആദ്യം ആര് വേണം അവിടെ? പ്രൊമോട്ടേഴ്സ് വേണം. 2 Subsection 16 നമ്മൾ പറയുന്നത് പേഴ്സൺസ് ഹു ഫോം ദ കമ്പനി നോൺ ആസ് പ്രൊമോട്ടേഴ്സ്. ഐഡിയ കൊടുക്കുന്ന ആൾ, പ്രോസ്പെക്ടസിൽ തന്നെ പേരുള്ള ആൾ, ആനുവൽ റിട്ടേണിൽ തന്നെ പേരുള്ള ആൾ, കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ രജിസ്ട്രേഷന് നെസസറി സ്റ്റെപ്പ് എടുക്കുന്ന ആൾ. പക്ഷേ ആ ഒരു സമയത്ത് ഒരു അഡ്വൈസ് ചെയ്യുന്ന CA-കാരായ നിങ്ങൾ ഒരിക്കലും എന്തല്ല പ്രൊമോട്ടേഴ്സ് ആയിട്ട് വരില്ല. നെക്സ്റ്റ് സ്റ്റെപ്സ് ടു ബി അലൗഡ്. ഫസ്റ്റ് എന്താണ്? നെയിം അപ്രൂവൽ ചെയ്യണം. 1000 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡോക്യുമെന്റ് രജിസ്റ്ററാണ് കൊടുക്കണം. ഇത് ജസ്റ്റ് രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് മാത്രം കൊടുത്താണ്. നമ്മൾ മെമ്മോറണ്ടം ആർട്ടിക്കിൾസും സൈൻ ചെയ്യണം. ഈ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ആരുടെ ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്? നിങ്ങളാണ് കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യാൻ പ്രൊഫഷണൽ അഡ്വൈസ് നൽകുന്നതെങ്കിൽ യു ആർ ആൻഡ് +1 ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി എന്താണ് ഡിക്ലറേഷൻ കൊടുക്കണം. എന്താണ്? ഈ പറഞ്ഞ ആക്ടിലെയും എല്ലാ റൂൾസും എന്താണ് ഞങ്ങൾ കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊരു ഡിക്ലറേഷൻ കൊടുക്കുന്നു. ഇനി ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. ആരാ? എല്ലാ സബ്സ്ക്രൈബേഴ്സും ആൻഡ് ദ ഫസ്റ്റ് ഡയറക്ടേഴ്സും. ഫസ്റ്റ് ഡയറക്ടർ എന്നും ആരാണ്? സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ശരിക്കുള്ളൊരു ഡയറക്ടർ അപ്പോയിന്റ് ആകുന്നതോടം വരെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് അപ്പോയിന്റ് ആകുന്ന ഡയറക്ടേഴ്സിനാണ് ഫസ്റ്റ് ഡയറക്ടർ. മെജോറിറ്റി കേസസിൽ എന്താണ്? സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറണ്ടം ഫസ്റ്റ് ഡയറക്ടേഴ്സ് തന്നെയായിരിക്കും. ഡിക്ലറേഷൻ എന്താണ്? കമ്പനിയുടെ പ്രൊമോഷനും ഫോർമേഷനും മാനേജ്മെന്റ് സംബന്ധമായിട്ട് പണ്ട് ഞങ്ങൾ ഒരു രീതിയിലും കൺവിക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ എന്താണ് കമ്പനീസ് ആക്ട്, ദിസ് കമ്പനീസ് ആക്ടും പ്രീവിയസ് കമ്പനിയോടുള്ള ഒരു രീതിയിൽ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഗിൽറ്റി, ഫ്രോഡ്, മിസ്ഫേസൻസോ ഒന്നും നമ്മൾ സംഭവിച്ചിട്ടൊന്നുമില്ല. നെക്സ്റ്റ് എത്ര വർഷത്തിൽ? കഴിഞ്ഞ 5 വർഷത്തിൽ. അപ്പോൾ 5 വർഷം മുമ്പുള്ള കാര്യമാണെങ്കിൽ പ്രശ്നമില്ല. ഈ ലാസ്റ്റ് 5 years. നെക്സ്റ്റ് ഞങ്ങൾ ഫയൽ ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സ് എന്താണ്? എവിടെ ഫയൽ ചെയ്യുന്നത്? രജിസ്ട്രാറിന് കൊടുക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സ് എന്താണ്? ഞങ്ങളുടെ നോളജ് പ്രകാരം ദാറ്റ് ഈസ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് നോളജ്. ഇതിങ്ങനെ അല്ലെങ്കിൽ പിന്നെ പണി കിട്ടുവേ. നെക്സ്റ്റ് രജിസ്റ്റർഡ് ഓഫീസിൻ്റെ അഡ്രസ്, സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാ പെർട്ടിക്കുലേഴ്സും ഡീറ്റെയിൽസും, അതുപോലെ ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെയും അവരുടെ ഇൻട്രസ്റ്റ് ഇൻ എനി അതർ ബോഡി കോർപ്പറേറ്റ്. ദിസ് വൺ പോയിന്റ് നമ്പർ G. ഫസ്റ്റ് ഡയറക്ടേഴ്സ്, ഇഫ് യു ആർ ഡൂയിങ് എനി കൈൻഡ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി വിത്ത് എനി അതർ ബോഡി കോർപ്പറേറ്റ്, ഹൗ ടു പറയണം കൃത്യമായിട്ട് തന്നെ. ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആര് ഇഷ്യൂ ചെയ്യും? രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. നെക്സ്റ്റ് നമ്മൾക്കൊരു 21 ഡിജിറ്റിൻ്റെ ഒരു SIN കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും എന്താണ്? കമ്പനിയുടെ അവസാനം വരെയും ഈ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കമ്പനിയുടെ അവസാനം വരെയും ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പ്രിസർവ് എവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? തങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ എന്താണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഒരു പക്ഷേ ഒരു കമ്പനി എന്താണ് ഫോൾസ് ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തതെങ്കിൽ, ആ കമ്പനി ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഫോൾസ് ഡോക്യുമെന്റ് ആണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്? ഒന്ന്, ഫോൾസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു മെറ്റീരിയൽ ഫാക്റ്റ് അടിച്ചമർത്തുക അല്ലെങ്കിൽ എന്താണ് കൊടുക്കാതിരിക്കുക, ഒരു കാര്യം പറയാതെയാണ് ഇൻകോർപ്പറേഷൻ ചെയ്തതെങ്കിൽ ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ NCLT ആണ്. എന്തൊക്കെ ട്രൈബ്യൂണൽ ചെയ്യാൻ പറ്റും? ഒന്ന്, റെഗുലേഷൻ ഓഫ് ദ മാനേജ്മെന്റ്. അതെങ്ങനെയായിരിക്കാം? ഡയറക്ടേഴ്സിനെ മാറ്റുന്നതായിരിക്കാം. ആരുടെയൊക്കെ ഇൻട്രസ്റ്റ് പ്രകാരം? ഒന്നെങ്കിൽ മെമ്പേഴ്സിന്റെ പൊതു താല്പര്യ പ്രകാരം, ക്രെഡിറ്റേഴ്സിന്റെ പൊതു താല്പര്യ പ്രകാരം, പബ്ലിക്കിന്റെ പൊതു താല്പര്യ പ്രകാരം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് എന്ന് പറയാം. അല്ലെങ്കിൽ കമ്പനിയുടെ നെയിം രജിസ്റ്റർ ഓഫ് കമ്പനീസിന് എടുത്ത് കളയാം, സ്ട്രൈക്ക് ഓഫ് നമ്മൾ പറയും. അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിന് ഓർഡർ നൽകും. അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഓർഡർ ടൈമുകൾ ചെയ്യാൻ പറ്റും. എപ്പോഴാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത്? ഒരു ഫോൾസ് ഡോക്യുമെന്റ് വെച്ചിട്ടാണെങ്കിൽ. നെക്സ്റ്റ് കമ്പനിക്ക് ഈ പറഞ്ഞ ഓർഡേഴ്സും കാര്യങ്ങളും ട്രൈബ്യൂണലിനും കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യണം? ഒരു റീസണേബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ബീങ് ഹേർഡ്. അതിനെക്കുറിച്ച് എന്താണ് കമ്പനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മുടെ NCLT ഒരു അവസരം അതെല്ലാത്തിനും കൊടുക്കും. പക്ഷെ എന്തായാലും ഇവിടെ ഒരു എടുത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രം ഒരു അവസരം എന്താണ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി സ്പൈസ് പ്ലസ് എന്നൊരു ഫോം ഉണ്ട്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കമ്പനി കോർപ്പറേറ്റ് വേയിലാണ്, എല്ലാ രീതിയിലുള്ള സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എൻജോയ് ചെയ്യുന്നു. അതേപോലെ കമ്പനി എന്താണ് ഏതൊക്കെ രീതിയിൽ എവിടെയാണ്, അതായത് സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഫ്രം ദാറ്റ് ഡേറ്റ് കമ്പനിക്ക് എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സും കിട്ടും. കമ്പനിക്ക് എന്താണ് പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം അക്വയർ ചെയ്യാൻ പറ്റും. കമ്പനി മെമ്പേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ആകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമ്മൾ A എന്നൊരു കമ്പനി B എന്നൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. അപ്പോൾ A ആണ് എല്ലാം ചെയ്യുന്നത് എന്ന് വെച്ചാൽ B ഇനി തൊട്ട് ഇല്ലെന്നല്ല. B ഒരു കമ്പനി ആയിട്ടുണ്ട്, E അതൊരു കമ്പനി ആയിട്ടുണ്ട്. രണ്ടും രണ്ട് സെപ്പറേറ്റ് കമ്പനിയാണ്. A കമ്പനി B കമ്പനി എന്താണ് സെപ്പറേറ്റ് ആണ്.
കൺട്രോൾ കമ്പനി എന്താണെന്ന് കേട്ടോ, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് എ കമ്പനി മേ പർച്ചേസ് ഷെയർസ് ഓഫ് അനദർ കമ്പനി ഹോൾഡിംഗ് സബ്സിഡിയറി. അങ്ങനെ വെച്ച് അതൊരു കൺട്രോളിംഗ് കമ്പനി ആകും. എ എന്ന് പറഞ്ഞ ഹോൾഡിംഗ് കമ്പനി ആകും എന്ന് വെച്ച് ബി എന്ന് അവസാനിച്ചു എന്നല്ല അർത്ഥം. ബി അങ്ങനെ തന്നെ ഉണ്ട് എന്ന് മാത്രമാണ്, കൺട്രോൾ മാത്രം അവിടെ മാറുന്നത്. നെക്സ്റ്റ് ഇവിടെ എന്താണ്, ഗവൺമെന്റ് ഒരു ഷെയർ മേടിച്ചു എന്ന് വെച്ചാൽ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഗവൺമെന്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ച് ആ കമ്പനി ഗവൺമെന്റിന്റെ ആകില്ല. ആ കമ്പനിക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഗവൺമെന്റ് കമ്പനി, ഇപ്പോൾ LICക്ക് ആണെങ്കിലും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കമ്പനീസ് ആക്ടിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ നമുക്കറിയാം. നോമിനൽ ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഓതറൈസ് ചെയ്യുന്ന ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ അത് 90% സബ്സ്ക്രൈബ് ചെയ്യുന്നു, കോൾഡ് അപ്പ് ചെയ്യുന്നു, പെയ്ഡ് അപ്പ് ചെയ്യുന്നതിനെല്ലാം ഓപ്പോസിറ്റും ഉണ്ട്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഷെയർസ് എന്നൊരു കോൺസെപ്റ്റ്, ഷെയർസിൽ 2 ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ട് നമുക്കറിയാം. ഈക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത് നമ്മൾ ഇന്ററിൽ എന്താണ്, നമുക്ക് ഡിബെഞ്ചർ, സ്റ്റേറ്റ് ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്താണ് നമുക്കത് പഠിക്കാൻ അവസരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി, അതായത് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു എമൗണ്ടിനെ നമ്മൾ 10 രൂപയുടെ 1 ലക്ഷം ഷെയർസ് ആക്കുമ്പോൾ 10 രൂപയുടെ ഒരു ചെറിയൊരു പാർട്ടിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ഷെയർ ക്യാപിറ്റലിന് എന്താണ് ഒരു ഭാഗമാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ചായ കുടിച്ചിട്ട് ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത്. ആ ഷെയർ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, പൈസ തന്നെയാണ്. പക്ഷെ സർട്ടിഫിക്കറ്റ് എന്തല്ല, ഷെയർസ് അല്ല. ഓക്കെ, ഷെയർ ഈസ് നോട്ട് എ സം ഓഫ് മണി. ഷെയർ ഈസ് നോട്ട് എ സം ഓഫ് മണി ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് ഓർ ഓണർഷിപ്പ് മെഷേർഡ് ബൈ സം ഓഫ് മണി. മെഷേർഡ് ബൈ സം ഓഫ് മണി. അപ്പോൾ ഈ ഒരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് രീതിയിലുള്ള റൈറ്റ്സ് കിട്ടും. അത് പൈസ ഉള്ള റൈറ്റ്സ് കിട്ടും, പൈസ ഇല്ലാത്ത റൈറ്റ്സ് കിട്ടും. വോട്ടിംഗ് റൈറ്റ് നമുക്ക് കിട്ടും, ബോണസ് കിട്ടും, ഡിവിഡൻഡ് കിട്ടും, നമുക്ക് നോട്ടീസ് കിട്ടാനുള്ള റൈറ്റ് കിട്ടും. അപ്പോൾ പൈസയുടെ രൂപത്തിലുള്ള ബെനിഫിറ്റ് കിട്ടും, പൈസ അല്ലാത്ത രൂപത്തിലുള്ള ബെനിഫിറ്റ് നമുക്ക് എന്താണ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഈക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്, വിത്തൗട്ട് എന്ന് പറയുമ്പോൾ വെനില വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ യൂണിഫോം വോട്ടിംഗ് റൈറ്റ് ആണ്. 1 ഷെയർ ഈസ് ഈക്വൽ ടു 1 വോട്ട്. പക്ഷേ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നോർമലി ഒരു ഷെയറിന് 1 വോട്ട് എന്ന രീതിയിലാണ്. പക്ഷെ നമുക്ക് എന്താണ് 10 ഷെയറിന് 1 വോട്ട് കൊടുക്കാം. അങ്ങനെ വോട്ടിംഗ് റൈറ്റിൽ വേരിയേഷൻ ചെയ്തിട്ട് ഡിവിഡൻഡ് കൂടുതൽ കൊടുത്തിട്ട് വേരിയേഷൻ ചെയ്യുന്ന സിസ്റ്റമിൻ്റെ പേരാണ് നമ്മൾ DVR എന്ന് പറയുന്നത്. കൂടുതൽ നമ്മളിപ്പോൾ പഠിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഈ എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വുഡ് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു എന്തൊക്കെയാണ്, ഡിവിഡൻഡ് കിട്ടും, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിരിക്കാം. ഇനി റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, അത് വൈൻഡിങ് അപ്പിന്റെ സമയത്തും അല്ലാതെ എന്താണ് ഇക്വിറ്റി ഷെയർസിന് കൊടുക്കുന്നേക്കാൾ മുമ്പ് ആർക്ക് കിട്ടും, പ്രിഫറൻസ് ഷെയർസിന് കിട്ടും. ഇനി ഡീംഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, എന്നാൽ ഡീംഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സർപ്ലസ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഇക്വിറ്റി ഷെയർസിനും പ്രിഫറൻസ് ഷെയർസിനും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വരുന്ന പൈസയിൽ എന്താണ് പ്രിഫറൻസ് ഷെയർസിന് പങ്കെടുക്കാം. ദാറ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു ഡീംഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അത് വിത്ത് പ്രീമിയം വിത്തൗട്ട് പ്രീമിയം കിട്ടാം. ഈ രണ്ടും ഉള്ള ഒരു കോൺസെപ്റ്റിന്റെ പേരാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അടുത്തത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. കണ്ടന്റ് എന്താണ്, നെയിം ക്ലോസ്, ലിമിറ്റഡ് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ്. OPCക്ക് ആണെങ്കിൽ 1% കമ്പനി ഉണ്ട്. സെക്ഷനഡ് കമ്പനി ക്ലോസ് അപ്ലിക്കബിൾ അല്ല, കാരണം നമ്മൾ പബ്ലിക് ആണെങ്കിൽ നമ്മൾ പബ്ലിക് ലിമിറ്റഡ് ഒന്നും യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ചില പേരുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ചില അതോറിറ്റീസിന്റെ പെർമിഷൻ ഉണ്ട്, ലൈക്ക് ഇലക്ട്രൽ ട്രസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ സ്റ്റേറ്റ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നു. ഒബ്ജക്റ്റ് ക്ലോസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ പഠിക്കാൻ പോകുന്ന മെമ്മോറണ്ടം ആർട്ടിക്കിൾസിലെ മെമ്മോറണ്ടത്തിൽ എന്താണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസും കൺസ്ട്രക്റ്റീവ് നോട്ടീസും ഇൻഡോർ മാനേജ്മെന്റും എല്ലാം ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ക്ലോസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. കമ്പനിയുടെ ഒബ്ജക്റ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ കമ്പനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കാരണം വെച്ചാലും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യാൻ പറ്റില്ല. കമ്പനിക്ക് ഒരിക്കലും അതിന് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ എന്താണ് കമ്പനി എന്താണ് ചെയ്യുന്നത് പൂർണ്ണ ബോധ്യം വരാൻ വേണ്ടിയാണ് ഒബ്ജക്റ്റ് ക്ലോസ് മാറ്റരുത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മാറ്റാൻ പാടില്ലെന്നല്ല, മാറ്റാം. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് മുന്നോട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ലയബിലിറ്റി ക്ലോസിൽ 3 ലയബിലിറ്റി ഉണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്, എന്താണ് അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്. ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുമ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് കമ്പനി എത്രമാത്രം ഷെയർസ് ഓരോ ആൾക്കാർ എത്രമാത്രം പെയ്ഡ് അപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ പേരിന്റെ ഓപ്പോസിറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് 1% കമ്പനി ആണെങ്കിൽ എന്താണ് 1% കമ്പനി ആണെങ്കിൽ നമ്മൾ ഓഫീസിൽ നോമിനിയുടെ മെൻഷൻ ചെയ്യും.
ഓക്കെ, നെക്സ്റ്റ് മൈനറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഫോംസ് ABCDE. ഓക്കെ, A എന്ന് പറയുമ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. B എന്ന് പറയുമ്പോൾ ഗ്യാരണ്ടി നോ ഷെയർ ക്യാപിറ്റൽ, ഗ്യാരണ്ടി ക്യാപിറ്റൽ ആൻഡ് അൺലിമിറ്റഡ് കമ്പനി ഷെയർ ക്യാപിറ്റൽ, അൺലിമിറ്റഡ് കമ്പനി നോ ക്യാപിറ്റൽ, അൺലിമിറ്റഡ് കമ്പനി ക്യാപിറ്റൽ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇനി അൾട്രാ വൈറസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളുടെ പവറിന് മീതെ പോകുന്നതിൻ്റെ പേരാണ് അൾട്രാ വൈറസ്. അത് കമ്പനി തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ എനിക്ക് എന്താണ് ഒരു ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്താൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് അൾട്രാ വൈറസ്. എന്നോട് ഒരു ചാപ്റ്റർ മാത്രം എടുക്കാൻ പറഞ്ഞുള്ളൂ, എന്നോട് പറയാത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് അൾട്രാ വൈറസ്. അതൊരു കമ്പനിയുടെ കാര്യം പറയുവാണെങ്കിലോ, ഒരു കമ്പനിക്ക് താൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിലാണ്. അതിൽ പറയാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഇതൊരു ലീഗൽ ഫ്രേസ് ആണ്. ഇറ്റ് ഈസ് നിങ്ങളുടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം, നിങ്ങളുടെ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് എന്താണ്? എല്ലാവരുടെയും പവേഴ്സ് എന്താണ്? ലിമിറ്റഡ് ആണ്. ലോകത്ത് ആർക്കും അൺലിമിറ്റഡ് പവേഴ്സ് ഇല്ല. ഇപ്പം എൻ്റെ പവേഴ്സും അൺലിമിറ്റഡ് ഒന്നും അല്ല, ലിമിറ്റഡ് ആണ്. ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും എല്ലാ രാജ്യങ്ങളുടെ എന്താണ്? പവേഴ്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ABC എന്നൊരു കമ്പനി തുടങ്ങി. ABC എന്നൊരു കമ്പനി എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ കൊറോണ വന്നു, എഡ്യൂക്കേഷനൊക്കെ ഭയങ്കര ഡല്ലായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ബിസിനസ് ഹോം ഡെലിവറി ബിസിനസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ABC എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേര് വെച്ചിട്ട് ഞാൻ വെജിറ്റബിൾ സപ്ലൈ ചെയ്യാൻ പോയി. ലാഭമാണോ? നല്ല ലാഭമാണ്. ശരിക്കും പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ലാഭം, ക്രെഡിറ്റേഴ്സിന് ലാഭം, എംപ്ലോയീസിന് ശമ്പളം കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ ചെയ്യരുത്. എന്തെങ്കിലും ചെയ്യരുതെന്ന് പറയാൻ കാരണം, ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞ കോൺസെപ്റ്റ് എങ്ങനെയാണ്? ഇപ്പോൾ കമ്പനിയും ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഇപ്പോൾ CAയുടെ ക്ലാസ് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ABC എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ലോൺ എടുത്തു. അപ്പോൾ ബാങ്കിന് നല്ലപോലെ അറിയാം CA നല്ല സ്കോപ്പുള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് ലോൺ കൊടുത്തു. തിരിച്ചടയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. പക്ഷേ ബാങ്കിനോട് പറയാതെ ഇവരെന്ത് ചെയ്തു? അതിൻ്റെ ഒബ്ജക്റ്റ് ക്ലോസ് മാറ്റി. ഇപ്പോൾ ബാങ്കിന് എന്താണ്? പച്ചക്കറി ബിസിനസ്സിന് വിശ്വാസമൊന്നുമില്ല. കാരണം അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൊറോണ മാറിക്കഴിഞ്ഞാൽ ബിസിനസ് പോകും. അപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും ഷെയർ ഹോൾഡേഴ്സിനെ, മെയിനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 75% ആണ് നമ്മളുടെ മെജോറിറ്റി, എന്നാലും 25% ബാക്കിയുണ്ട്. അവർക്ക് എന്താണ്? ഒരു പ്രശ്നമാകുന്ന രീതിയിൽ കമ്പനി ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമേ അവരെ അറിയിച്ചോ, പിന്നെ മാറ്റിക്കോ. റിയൽ ലൈഫിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം എന്താണ്? ഈസി ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്ലോസ് ഒക്കെ ആൾട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുക. വെൻ ആക്ട് ഈസ് പെർഫോം, ലീഗലാണോ ഇല്ലീഗലാണോ എന്നല്ല, പച്ചക്കറി വെക്കുന്ന ഇല്ലീഗൽ ഒന്നുമല്ല, പക്ഷെ അത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ അത് ഇല്ല. എന്തിൻ്റെ അൾട്രാ വൈറസ് ആണ്? മെമ്മോറണ്ടത്തിൻ്റെ അൾട്രാ വൈറസ് ആണ്. പക്ഷെ ആർട്ടിക്കിൾസിൻ്റെ ആണെങ്കിലോ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളൊരു ബോക്സ് രീതിയിൽ അതിനെ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് കമ്പനീസ് ആക്ട്, ഇതിൻ്റെ അകത്ത് വരുന്നത് മെമ്മോറണ്ടം, ഇതിൻ്റെ അകത്ത് വരുന്ന ആർട്ടിക്കിൾസ്. അപ്പോൾ ഈ പറഞ്ഞ മെമ്മോറണ്ടം, ആർട്ടിക്കിൾസ്, കമ്പനീസ് ആക്ട്. മെമ്മോറണ്ടം മാക്സിമം എവിടം വരെയും പോകാം? കമ്പനീസ് ആക്ടിൻ്റെ ബോർഡർ വരെയും പോകാം, അതിന് മുകളിൽ പോകരുത്. മെമ്മോറണ്ടം അകത്ത് തന്നെയാണ് എന്തിൻ്റെക്കണം? ആർട്ടിക്കിൾസ്. ഇതുണ്ടോ? അപ്പോൾ ആർട്ടിക്കിൾസിൻ്റെ മുകളിൽ പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ബോറോവിങ് പവർ, ഒരു ഡയറക്ടറിൻ്റെ ബോറോവിങ് പവർ 10,000 രൂപ, അയാൾ 15,000 രൂപ ബോറോ ചെയ്തു. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ 10,000 പറഞ്ഞു, അയാൾ എന്താണ്? ബോറോ ചെയ്തത് 15,000 രൂപ. ശരിക്കും പറഞ്ഞാൽ അയാളുടെ പവറിൻ്റെ അൾട്രാ വൈറസാണ്. പക്ഷെ അത് എവിടം വരെ വരുള്ളൂ? ബോറോയിങ് പവർ എല്ലാ കമ്പനിക്കും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴെ വരുള്ളൂ, മെമ്മോറണ്ടത്തിന് താഴെ. ഇറ്റ് മീൻസ് അൾട്രാ വൈറസ് ദ ആർട്ടിക്കിൾസ്, ഇൻട്രാ വൈറസ് ദ മെമ്മോറണ്ടം ഈസ് വാലിഡ് ആണ്. അതായത് മെമ്മോറണ്ടത്തിന് കീഴിലും ആർട്ടിക്കിൾസിന് മുകളിലാണെങ്കിൽ ഓക്കെയാണ്. നമ്മൾ ഈ മെമ്മോറണ്ടത്തിന് മുകളിൽ പോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് an act which is ultra virus, the company cannot be ratified even by the unanimous consent 100%. even though അത് രീതി പറയുന്നതാണ്. അത് ചില കമ്പനിക്ക് ഫോളോ ചെയ്യാം, ചില കമ്പനിക്ക് ഫോളോ ചെയ്യേണ്ട, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എന്താണ്? ഒരേപോലെ അത് ഫോളോ ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഈവൻ ദോ 100% ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാലും അത് വേണ്ട. അത് അതിൻ്റെ രീതിയാണ്, നിയമം അങ്ങനെയാണ്, അങ്ങനെ ചെയ്താൽ മതിയെന്നേ. നെക്സ്റ്റ്, an act which is ultra virus the directors or ultra virus the articles, കമ്പനിക്ക് എന്ത് ചെയ്യാം? റാറ്റിഫൈ ചെയ്യാം. കാരണം മെമ്മോറണ്ടത്തിൽ ഓക്കെ എന്ന് പറഞ്ഞ കാര്യമാണ്. ഒരു ഡയറക്ടറിൻ്റെ കപ്പാസിറ്റിക്ക് മുകളിലല്ലേ, ഡയറക്ടേഴ്സിൻ്റെ പവർ കൂട്ടിയാൽ മതി. നെക്സ്റ്റ്, അൾട്രാ വൈറസ് എന്താണ്? ക്യാൻ നെവർ ബി മെയ്ഡ് ബൈൻഡിങ് ഓൺ ദ കമ്പനി. അതായത് വൺസ് അൾട്രാ വൈറസ് ആൾവേസ് അൾട്രാ വൈറസ്, ഒരിക്കലും എന്താകില്ല, അത് ഇൻട്രാ വൈറസ് ആകില്ല. അപ്പോൾ നെക്സ്റ്റ് ഇവിടെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഗൂഡ്സ് സപ്ലൈഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് ABC എന്നൊരു കമ്പനിക്ക് X എന്നൊരു ക്രെഡിറ്റർ ഉണ്ട്. കമ്പനി Y എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് നിന്ന് 10,000 രൂപ മേടിച്ചിട്ട്
എക്സ് എന്ന ക്രെഡിറ്ററിൻ്റെ 10,000 രൂപ സെറ്റ് ഓഫ് ചെയ്തു. ഇതൊരു അൾട്രാ വൈറസ് ട്രാൻസാക്ഷൻ ആണ്. പൈസ തിരിച്ചു കിട്ടുമോ? ഇല്ല. ആർക്ക് പൈസ പോയി? വൈക്ക് പൈസ പോയി. അപ്പോൾ വൈ എന്താണ്? ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, കോർട്ട് രീതിയിൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, എനിക്ക് പൈസ തിരിച്ചു തരണ്ട. എക്സിൻ്റെ സ്ഥാനത്ത് ഇനി എന്നെ കൺസിഡർ ചെയ്തോ, അതായത് എക്സിൻ്റെ ആ പേജിൽ എൻ്റെ പേര് മെൻഷൻ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ ഷുവർട്ടിയുടെ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ടല്ലോ. ഷുവർട്ടി പ്രിൻസിപ്പൽ ലിറ്ററിൻ്റെ പൈസ കൊടുത്തു കഴിയുമ്പോൾ ക്രെഡിറ്ററിൻ്റെ അതേ സ്ഥാനത്ത് ആര് വരും? ഷുവർട്ടി വരും. ഷുവർട്ടി വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ ക്രെഡിറ്റർ നമ്മൾ പറയും. സെയിം ആസ് കമ്പനി ഒരു ലീഗൽ എക്സ്പെൻസസ് ആണ് അൾട്രാ വൈറസ് ട്രാൻസാക്ഷനിലൂടെ സെറ്റ് ഓഫ് ചെയ്തതെങ്കിൽ, സെറ്റിൽ ചെയ്തതെങ്കിൽ, ആരുടെയാണോ സെറ്റിൽ ചെയ്തത് ആ സ്ഥാനത്ത് ആര് വരും? അൾട്രാ വൈറസ് ട്രാൻസാക്ഷനിൽ പൈസ കൊടുത്ത ലെൻഡർ വരും. ഇനി പൈസ ഈ 10,000 രൂപ കമ്പനി മേടിച്ചു, സ്പെൻഡ് ചെയ്തില്ല. സ്പെൻഡ് ചെയ്യുന്നേക്കാൾ നിങ്ങൾക്ക് മനസ്സിലായി, വൈക്ക് മനസ്സിലായി അൾട്രാ വൈറസ് ആണ്. കോടതിയോട് പറഞ്ഞിട്ട് 10,000 രൂപ കമ്പനി ചിലവാക്കാതെ ഇൻജങ്ഷൻ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്? കോടതി തീരുമാനിക്കും. അപ്പോൾ അതായത് ഒരു പ്രാവശ്യം അൾട്രാ വൈറസ് ചെയ്യുന്നു വെച്ച് കമ്പനിക്കും എന്താണ് ആ പൈസയിൽ എന്താണ് ലാഭമാക്കാന്നല്ല. ഇതൊരു ജനറൽ കൺസെപ്റ്റാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല. ഓക്കെ, ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പരിഹാര മാർഗ്ഗങ്ങൾ കിട്ടും. കാരണം മറ്റൊരാളുടെ പൈസയിൽ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇൻജങ്ഷനും സബ്രോഗേഷനും ചെറുതായിട്ട് ഞാൻ പറഞ്ഞു നോക്കുക. ഇതിനൊരു ഫൈനൽ കൺക്ലൂഷൻ പറയുന്നതാണ്. ഇപ്പോൾ റിയൽ ലൈഫിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി ആഷ്ബറി റെയിൽവേ കാരേജിൻ്റെ ഒരു കേസാണ് ഇവിടെ വരുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എൻട്രെഞ്ച്മെൻറ്റ്. എൻട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ കൂടുതൽ ഡിഫിക്കൽട്ട്, ഹാർഡ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ സാധാരണ 75% ആണ്. കമ്പനി അതിനെ 95% ആക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻട്രെഞ്ച്മെൻറ്റ്. അതായത് 75% ഉള്ളൊരു സാധനത്തിനെ അതിനേക്കാളും കട്ടിയുള്ള പ്രൊവിഷനിലേക്ക് മാറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എൻട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണ്? കമ്പനി ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിക്ക് പിന്നീടും ആഡ് ചെയ്യാം. പക്ഷേ അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആഡ് ചെയ്യാൻ എല്ലാ മെമ്പേഴ്സും സമ്മതിക്കണം. ഇതൊരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ആഡ് ചെയ്യാൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളതിനെ രജിസ്ട്രാറിന് കൊടുക്കണം. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ആണ്. ഒബ്ജക്റ്റ് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. മെമ്മോറണ്ടം ആർട്ടിക്കിൾസിൻ്റെ നിങ്ങളുടെ പാരഗ്രാഫ് ഞാൻ കോളം വൈസ് ആക്കി. ഡിഫൈൻസ് കമ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പവേഴ്സ്. ഇറ്റ് ഈസ് എൻ ഇന്റർണൽ റെഗുലേഷൻ ആണ്. ആർട്ടിക്കിൾസ് കമ്പനിയുടെ ഇന്റർണൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. കണ്ടെയ്ൻസ് 5 മാൻഡേറ്ററി ക്ലോസസ് ഉള്ളൂ. അസോസിയേഷൻ എക്സ്ട്രാ ക്ലോസസ് ഉണ്ട്. ഓഫീസിൽ നോമിനേഷൻ ക്ലോസസ് ഉണ്ട്. ഇവിടെ എന്താണ്? കണ്ടെയ്ൻസും കാര്യങ്ങളും ആർട്ടിക്കിൾസിന് എന്താണ്? ഫോം ഉണ്ട്, അനുസരിച്ച് ആഡ് ചെയ്യും നമ്മൾ. ഏരിയ ഇറ്റ് ഈസ് കമ്പനിയും തേർഡ് പാർട്ടിയും തമ്മിലാണ്, എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്? കമ്പനിയും മെമ്പേഴ്സും തമ്മിലുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ മെമ്മോറണ്ടം സുപ്രീം, അതിന് താഴെ ആർട്ടിക്കിൾസ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസ് എപ്പോഴും എന്തിന് സബോർഡിനേറ്റ് ആയിരിക്കണം? മെമ്മോറണ്ടത്തിൽ. അതിനെ ബ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല. കമ്പനീസ് ആക്ടിനും കീഴിലായിരിക്കണം. നെക്സ്റ്റ് മെമ്മോറണ്ടമാണ് മെയിൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മെമ്മോറണ്ടം ഫോളോ ചെയ്യണം. ആർട്ടിക്കിൾസിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ മെമ്മോറണ്ടത്തിനെ ബ്രീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നൾ ആൻഡ് വോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസ് എപ്പോഴും എന്തിന് കീഴ് വേണം? മെമ്മോറണ്ടത്തിന് കീഴ് വേണം. മെമ്മോറണ്ടത്തിൻ്റെ ആൾട്ടറേഷൻ ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളിൽ സ്പെഷ്യൽ റെസൊല്യൂഷനും മോഡേൺ റെസൊല്യൂഷനും മതി. പക്ഷേ മെജോറിറ്റി കാര്യങ്ങളിൽ എന്താണ്? റീജിയണൽ ഡയറക്ടർ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. ട്രൈബ്യൂണലിൻ്റെ പെർമിഷൻ ഇവിടെ വേണ്ട വരും മെജോറിറ്റി സിറ്റുവേഷൻസിൽ. പക്ഷേ ആർട്ടിക്കിൾസിൽ എന്താണ്? ജസ്റ്റ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യാം? കമ്പനിക്ക് ആൾട്ടറേഷൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. അത്ര ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യില്ല. ഇനി കൺസ്ട്രക്റ്റീവ് നോട്ടീസും ഇൻഡോർ മാനേജ്മെൻറ്റും. സെക്ഷൻ 399 പ്രകാരം കമ്പനിയിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും മെമ്മോറണ്ടം, ആർട്ടിക്കിൾസ്, പിന്നെ റെസൊല്യൂഷൻസ് ഓർഡിനറി റെസൊല്യൂഷൻ നമുക്ക് വരില്ല. ROCയിൽ നമ്മൾ ഏതൊക്കെ ഫയൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്താണ്? ചില എഗ്രിമെൻറ്റ്സ് കാര്യങ്ങൾ, യുനോണിമസ് കൺസെൻറ്റിലുള്ള എഗ്രിമെൻറ്റ് കാര്യങ്ങൾ, റെസൊല്യൂഷൻസ് എല്ലാം എന്താണ്? പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. രജിസ്റ്റർ ഓഫ് ചാർജസ് കാര്യങ്ങളൊക്കെ. അതായത് ഈ പബ്ലിക് ഡോക്യുമെൻ്റ് ഡൊമൈൻ ആയ MCAയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും വായിച്ചിട്ട് വേണം കമ്പനിയായിട്ട് ഒരാൾ ഡീൽ ചെയ്യാൻ വേണ്ടി. അത് വായിക്കാതെ, അത് എങ്ങനെ വായിക്കണം? അതിൻ്റെ ട്രൂ പെർസ്പെക്റ്റീവിൽ തന്നെ വായിക്കണം. അത് വായിക്കാതെ വന്നിട്ട് കമ്പനി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കമ്പനി ഈസ് നോട്ട് ലയബിൾ. അതുകൊണ്ട് തന്നെ പബ്ലിക് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ രജിസ്ട്രാറിലുള്ള ആ ഡോക്യുമെൻ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ വേണ്ടി. അപ്പോൾ കമ്പനി എന്താണ്? നിങ്ങൾ വായിച്ചു എന്ന് മാത്രമല്ല വിശ്വസിക്കുന്നത്, വായിച്ച് നിങ്ങൾ അതിൻ്റെ ട്രൂ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കിയെന്ന് ആര് വിശ്വസിക്കും? കമ്പനി വിശ്വസിക്കും. ഇതൊരു ഗെയിം അല്ല. നിങ്ങൾക്ക് അറിയാമോ, ഞാൻ നോക്കട്ടെ, ആ രീതിയിലല്ല പറയുന്നത്, ഓർത്ത് വെക്കുക. ഇതൊരു ഡീംഡ് നോളേജ് ആണ്. പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് കാര്യമൊന്നുമില്ല. കാരണം കമ്പനി ആരെ വിശ്വസിക്കുന്നത്? ഡോക്യുമെൻ്റിനെയാണ് വിശ്വസിക്കുന്നത്, അല്ല ഓഫീസേഴ്സിനെ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇന്ന ആളാ CEO, അപ്പോൾ അയാൾ തെറ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്നത്. റിയൽ സെൻസിൽ എന്താണെന്നാണ് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് എഴുതുക. ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീംഡ് നോട്ടീസ് അല്ലേ? ഡീംഡ് നോട്ടീസ് അല്ലെങ്കിൽ ഇംപ്ലോയിഡ് നോട്ടീസ്.
ഇംപ്ലോയിഡ് നോട്ടീസ്, ഇതെല്ലാം എന്താണ് അവർക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ thus if a person enters into a contract which is beyond the powers of the company and outside the authority of directors as per the memorandum or articles, he cannot acquire any rights. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, ഇത് കോൺട്രാക്റ്റീവ് നോട്ടീസിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഇവിടെ ആരെ സംരക്ഷിക്കുക? ഇവിടെ തേർഡ് പാർട്ടിനെ സംരക്ഷിക്കുക. കാരണം 399 പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ വായിക്കുന്നു. പക്ഷേ ഈ 399 ഒരു ഡോക്യുമെന്റ് വരുന്നതിന്റെ പ്രോസസ്സ്, ഇന്റേണൽ പ്രോസസ്സ് ഉണ്ട്. മീറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞിട്ട് എന്താണ് റെസൊല്യൂഷൻ ഫയൽ ചെയ്യുന്നു. പക്ഷേ മീറ്റിംഗ് നടന്നിട്ടില്ല. അത് ആർക്കറിയാൻ പറ്റത്തില്ല? നമ്മുടെ ഔട്ട്സൈഡേഴ്സിന് അറിയാൻ പറ്റില്ല. അതായത് വീട്ടിൽ നടക്കുന്ന കാര്യം എന്താണ് ഔട്ട്സൈഡർ എങ്ങനെ അറിയും? ഔട്ട്സൈഡിന് പുറമേയുള്ള കാര്യങ്ങളെല്ലാം അറിയത്തുള്ളൂ. അപ്പോൾ ഇന്റർണൽ കാര്യങ്ങൾ ആരുടെ വിഷയമല്ല, തേർഡ് പാർട്ടിയുടെ വിഷയമല്ല. അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആര് ഉറപ്പുവരുത്തുന്നു? ഇതൊരു ഫേമസ് കേസ് ലോയാണ് തർക്കൻ റൂൾ എന്ന് പറയുന്നത്. കമ്പനി ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് എന്താണ് ബോണ്ട് ശരിക്കുമല്ല ഇഷ്യൂ ചെയ്തെന്ന് പിന്നീട് കണ്ടുപിടിക്കുന്നു. പക്ഷേ ഇവിടെ അതൊന്നും അറിയാൻ ആർക്കും ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ റോയൽ ബ്രിട്ടീഷ് ബാങ്കിന് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും എന്താണ് റോയൽ ബ്രിട്ടീഷ് ബാങ്കിന് അഗെയിൻസ്റ്റ് കമ്പനിക്ക് പോകാൻ പറ്റില്ല. തർക്കണ്ട് ഇവിടെ 3 പാർട്ടീസ് ഇല്ല കേട്ടോ, 2 പാർട്ടീസ് ഉള്ളൂ. തർക്കണ്ട് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് ആസ് എ ലിക്വിഡേറ്റർ. പക്ഷേ തർക്കണ്ടാണ് ഇവിടെ പറയുന്നത് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തർക്കണ്ട് റൂല് നമ്മൾ പറയുന്നു. ബ്രിട്ടീഷ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ജനറൽ കാര്യമാണല്ലോ, അതുകൊണ്ടാണ് തർക്കണ്ട് റൂല് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സെപ്ഷൻ. അതായത് ഇൻഡോർ മാനേജ്മെന്റിൽ നമ്മൾ എപ്പോഴും ആരെ സംരക്ഷിക്കുന്നു? നമ്മൾ തേർഡ് പാർട്ടിനെ സംരക്ഷിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ എന്താണ് തേർഡ് പാർട്ടി സംരക്ഷിക്കപ്പെടില്ല. ഏതൊക്കെ കാര്യങ്ങളിലാണ് തേർഡ് പാർട്ടി സംരക്ഷിക്കപ്പെടാത്തത്? ഒന്ന്, ഒരു തെറ്റിനെ കുറിച്ചുള്ള വളരെ ശരിയായിട്ടുള്ളൊരു ബോധ്യം തേർഡ് പാർട്ടിക്കുണ്ട്. അതായത് ഹി നോ ദ ഇറഗുലാരിറ്റി, തെറ്റ് വളരെ കൃത്യമായിട്ട് അറിയാം. ആ തെറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും നിങ്ങൾ പിന്നെയും കോൺട്രാക്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്താൽ ആര് ലയബൽ അല്ല? നമ്മുടെ കമ്പനി ലയബൽ അല്ല. ഈ പറഞ്ഞ ഐവറി മാനുഫാക്ചറിങ് കമ്പനിയുടെ കേസിൽ നോട്ട് ചെയ്ത് വെക്കുക. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തതിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. നെക്സ്റ്റ് സസ്പിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡൗട്ട്, നെഗ്ലിജൻസ്. ഒരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ ക്ലിയർ ചെയ്യണം. ഒരു ഡൗട്ട് നിലനിൽക്കെ അതെന്താണ്, അത് തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ചെയ്യാതെ നിങ്ങൾ ആ നെഗ്ലിജൻസോടുകൂടി ഒരു ഓർഡിനറി ഡിലിജൻസ്, ഒരു ശ്രദ്ധയില്ലാതെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹു ഈസ് നോട്ട് റെസ്പോൺസിബിൾ? കമ്പനി ഈസ് നോട്ട് റെസ്പോൺസിബിൾ. അതായത് സസ്പിഷൻ. മൂന്നാമത്തതാണ് ഫോർജറി എന്ന് പറയുന്നത്. ഫോർജറി ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ് ആണ്. അതൊരിക്കലും എന്താണ് കമ്പനിയും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, തേർഡ് പാർട്ടിയും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആരാണ് ഇവിടെ തെറ്റ് ചെയ്തത്? ആരാണ്? ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു സെക്രട്ടറി കള്ളവൊപ്പിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. കമ്പനി അറിഞ്ഞിട്ടില്ല, ഈ മേടിക്കുന്ന റിസീവറും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്ത ആരാണോ അയാൾ മാത്രമാണ് ഫോർജറി കേസിൽ ലയബിൾ. അപ്പോൾ ഇതാണ് കമ്പനീസ് ആക്ടിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ നോക്കിയിട്ടുണ്ട് കമ്പനീസ് ആക്ട്. ഒരു ബേസിക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പനീസിൻ്റെ കോൺസെപ്റ്റിലും ആ പറഞ്ഞ ഹോൾഡിംഗ്, സബ്സിഡിയറി, ഗവൺമെൻറ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക. ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റും കോർപ്പറേറ്റ് വരും. ഇത് കുറച്ചും കൂടെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കാണാം.